എസ് ആർ കെ തന്നെ നീ നോക്കണ്ട, അത് തന്നെ. പടത്തിൽ കണ്ടവർക്കും പ്രഷർക്കും വരുണിനെ പെട്ടെന്ന് രജിസ്റ്റർ ആവും. കാരണം ഇവരെ ഡാൻസ് പഠിപ്പിക്കാൻ ഗ്രൂപ്പിലോട്ട് എല്ലാവരെയും പിടിച്ചിട്ടത് ലൈക്ക് ഋഷിയുടെ ആ ക്യാരക്ടറാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം ട്രാക്ക് മാറിപ്പോയി. അത് പറഞ്ഞപ്പോഴാണ് ട്രാക്ക് മാറിപ്പോയി സീമ ബഷീറിനെ എത്ര വട്ടം വിളിച്ചാണ്. പിന്നെ വന്നപ്പോഴും എനിക്ക് തോന്നുന്നു എൻ്റെയൊക്കെ മറ്റേ റൊമാൻസിൻ്റെ സീക്വൻസ് ഒക്കെയാണ് എടുത്തത്. അത് ഞാൻ പറഞ്ഞാലും ഞാൻ മറ്റേ പണ്ട് തൊട്ടേ ഷാറുഖ് ഖാൻ്റെ കണ്ട് ഞാൻ ആദ്യം ആക്ച്വലി ഇതിനു മുമ്പ് ചെയ്തിരുന്നത് 18-ാം പടി എന്ന് പറഞ്ഞൊരു പടമാണ്. വീണ്ടും ഒരു 1.5-2 മാസം കഴിഞ്ഞപ്പോഴാണ് വീണ്ടും വിളിച്ചിട്ട് ഇങ്ങനെ അത് സെലക്ട് ആയിട്ടുണ്ട്. എങ്ങനെ ആദ്യമേ പഠിച്ചത് വേവ് അടിക്കാനാണ്, ലോക്കിംഗ് ആണോ? അത്രയും ഇങ്ങനെ കഷ്ടപ്പെട്ട് ആ സമയത്ത് ചെയ്തതാണ്. അപ്പം ഭയങ്കര ആഗ്രഹത്തോടെയും ചെയ്തതാണ്. അപ്പം എനിക്കിതായിരുന്നു ആഗ്രഹം. അപ്പോൾ അങ്ങനെ ആഗ്രഹത്തോടെ ചെയ്ത് ഇതിങ്ങനെ ഇറങ്ങാതെ ഇങ്ങനെ കുറച്ച് നാളെടുക്കുമ്പോഴത്തേക്ക് ഭയങ്കര വിഷമമായിരുന്നു. അന്ന് കസിൻ ചേട്ടൻ്റെയും കസിൻസിൻ്റെയും സിനിമ കാണാൻ പോകുന്നതൊക്കെ പഴയ ഷാറുഖ് ഖാൻ്റെ പടമൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് അന്ന് അവിടെയൊക്കെ എനിക്ക് തോന്നുന്നു ഇറങ്ങുന്ന കൂടുതലും എല്ലാവരും കാണാൻ പോകുന്നത് ഷാറുഖ് ഖാൻ്റെ അല്ലെങ്കിൽ ഋത്തിക് റോഷൻ്റെ പടം ഇറങ്ങുമ്പോഴാണ്. സ്ക്രീൻ ടെസ്റ്റിന് വിളിച്ചിട്ട് പോയി കിട്ടാതെ വന്നിട്ടുണ്ട്. പിന്നെ കുറേ ഇങ്ങനെ കാണുന്നതൊക്കെ അയക്കുമായിരുന്നു ഒരു സമയത്ത്. പക്ഷേ ഈ 18-ാം പടിയിലാണെങ്കിലും മമ്മൂക്കയുടെ കൂടെ ഉള്ള സീക്വൻസിൽ ഞാനും ഉണ്ട്. അപ്പം ആ സീക്വൻസിൽ മമ്മൂക്ക ചെയ്യണ കാണുമ്പോഴത്തേക്ക് ഭയങ്കര വ്യത്യാസം. നമുക്കിങ്ങനെ എന്താ പറയുക, ഒരുപാട് ഇങ്ങനെ പഠിക്കാനുള്ള ഭയങ്കര ഈസി ആയിട്ട് ഭയങ്കര എന്നുവെച്ചാൽ ഇതൊന്നും അല്ല ഭയങ്കര എൻ്റെ ഓരോ മറ്റേ ആ സീനുണ്ടല്ലോ, ഈ വേദന എടുത്താൽ വിളിക്കാൻ നമ്പറുണ്ടോ. അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ ഇങ്ങനെ കട്ട് പറയുമ്പോഴത്തേക്ക് ഞാൻ ഇവൻ്റെ അടുത്ത് ചോദിക്കാം എങ്ങനെയുണ്ട്, കൊള്ളാം, അത് മാറ്റണം, എന്താ വ്യത്യാസം. അപ്പോൾ അവൻ എസ് ആർ കെ തന്നെ നീ നോക്കണ്ട, അത് തന്നെ. അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ ആദ്യമായിട്ട് കാണുകയാണല്ലോ. അപ്പോൾ ഇറങ്ങി വന്നിട്ടും നമ്മളെല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി. അപ്പോഴും നമുക്ക് ഇങ്ങനെ അവിടെ ഇരിക്കുക, നമ്മളെല്ലാവരും ഇങ്ങനെ പേരൊക്കെ പറയുമ്പോൾ അതൊക്കെ പറഞ്ഞ് തലയായിട്ട്. ഹായ്, വെൽക്കം ടു വോയിസ് ടോക്സ്. ഇന്ന് നമ്മളോട് ഉള്ളത് മൂൺ വാക്ക് എന്ന സിനിമയിലെ ഞെരിപ്പ് പയ്യന്മാരിൽ ഒരു പയ്യനാണ്. അതെ, വരുൺ എന്ന ഋഷി എങ്ങനെയാണ് ഈ മൂൺ വാക്കിലോട്ട് എത്തുന്നത്? സോ ഞാൻ ആദ്യം ആക്ച്വലി ഇതിനു മുമ്പ് ചെയ്തിരുന്നത് 18-ാം പടി എന്ന് പറഞ്ഞൊരു പടമാണ്. അത് ഓഡിഷൻ വഴിയാണ് 18-ാം പടിയിലേക്ക് പോയത്. അത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തായിരുന്നു. ആ 18-ാം പടി ചെയ്ത് അത് ഒരു 1-2 വർഷം അത് വർക്ക് ചെയ്തായിരുന്നു 18-ാം പടിയിൽ. അത് കഴിഞ്ഞ് അത് ഇറങ്ങിയതിന് ശേഷമാണ് ഈ മൂൺ വാക്കിൻ്റെ ഒരു കാസ്റ്റിംഗ് കോൾ കണ്ടത്. മൂൺ വാക്കിൻ്റെ കാസ്റ്റിംഗ് കോൾ ഒരു പോസ്റ്റർ പോലെ എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ അയച്ചായിരുന്നു. ആർ യു ദിസ് ഗൈ എന്ന് പറഞ്ഞൊരു പോസ്റ്റർ, ഒരാളിങ്ങനെ നിൽക്കുന്ന കോളേജ് പഠിക്കുന്ന സമയത്തായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ ആർ യു ദിസ് ഗൈ എന്ന് ഒരു ഫോട്ടോ, അതിൽ ജസ്റ്റ് ഒരു പയ്യൻ നിൽക്കുന്ന ഒരു ഫോട്ടോ. പക്ഷെ അതിലിങ്ങനെ ഡാൻസ് ഒന്നും എഴുതിയിട്ടൊന്നുമില്ല. അതിലിങ്ങനെ കെൻ യു റൈഡ് ബൈക്ക്, കെൻ യു ജസ്റ്റ് ആക്ട് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുള്ളൊരു സാധനം. ഇഫ് യെസ് ഫോട്ടോസ് അയക്കാം. അപ്പം അത് കണ്ടിട്ട് ഞാൻ അതിൽ ഫോട്ടോസ് അങ്ങനെ അയച്ചു കൊടുത്തതാണ്. അപ്പം ആദ്യം അത് കണ്ടിട്ട് അങ്ങനെ വിളിച്ചൊന്നുമില്ല. ഒരു മാസം, എനിക്ക് തോന്നുന്നു 1.5 മാസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് കോൾ വരുന്നത്. ഇതിൽ AD ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ചേട്ടനാണ് വിളിക്കുന്നത്, സുമേഷ് എന്ന് പറയും. അപ്പോൾ പുള്ളി വിളിച്ചിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഒരു സ്ക്രീൻ ടെസ്റ്റ് പോലെ ഒരു സംഭവമുണ്ട്, ഇതിന് വരണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ കൊച്ചിയിൽ അതിന് 3 ഡോട്ട് സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നു. അതിന് ഞാൻ വരുമ്പോൾ അന്ന് ആ സെയിം ഡേ തന്നെ ഈ പടത്തിൽ അഭിനയിച്ച ഈ ഇതിൽ സുദീപ് എന്ന് പറഞ്ഞ ക്യാരക്ടർ, ഇത് പ്രേം, പിന്നെ മനോജ്, പിന്നെ സിദ്ധാർത്ഥ്, ഇവരെല്ലാവരും ആ സെയിം ഡേ തന്നെ ഉണ്ടായിരുന്നു. ഈ എന്ന് വെച്ചാൽ പടത്തിലുള്ള ആൾക്കാർ തന്നെ. ഇവരൊരു 4-5 പേര് അന്ന് അവരെല്ലാവരും ആ സെയിം ഓഡിഷനുണ്ട്. പക്ഷേ അങ്ങനെ അധികം ആൾക്കാരൊന്നുമില്ല, എല്ലാം കൂടി ഒരു 7 പേര് അങ്ങനെ എന്തോ ഉണ്ടായിരുന്നുള്ളൂ. ആ ഓഡിഷൻ അന്ന് ഞാൻ വിചാരിച്ചു പെട്ടെന്ന് തീരുമായിരിക്കും. ഓഡിഷൻ വരുമ്പോൾ കുറച്ച് സമയം 1-2 സാധനം ചെയ്യിപ്പിച്ചിട്ട് വിടുമായിരിക്കും. പക്ഷെ അന്ന് വന്നിട്ട് എനിക്ക് തോന്നുന്നു രാവിലെ സ്റ്റാർട്ട് ചെയ്ത് രാത്രി വരെ ഉണ്ടായിരുന്നു ഓഡിഷൻ. അത് ഇങ്ങനെ ഡാൻസിൻ്റെതും ആക്ടിങ്ങിൻ്റെ, പക്ഷെ കൂടുതൽ ആക്ടിങ് ബേസ്ഡ് ആണ് നമ്മൾ ചെയ്യിപ്പിച്ചത്. നോക്കിയാൽ ഡാൻസ് കളിക്കില്ല, ഒന്നും അറിഞ്ഞൂടായിരുന്നു. അന്നൊന്നും അറിയില്ല, ഡാൻസ് ബേസ്ഡ് ആണെന്ന് പോലും അറിയില്ലായിരുന്നു. അന്ന് വന്നിട്ട് ആദ്യം ആക്ടിങ്ങിൻ്റെ ഒരു നമ്മൾ ഇങ്ങനെ സിംഗിൾ സാധനങ്ങൾ ചെയ്യിപ്പിച്ചു, കുറേ സാധനങ്ങൾ, ഓരോ ക്യാരക്ടേഴ്സൊക്കെ തന്നിട്ട്. ഈ ക്യാരക്ടേഴ്സാണോ അതോ വേറെ ക്യാരക്ടേഴ്സ്? അല്ല, വേറെ ക്യാരക്ടർ എന്ന് വെച്ചാൽ പേരും എല്ലാം ഡിഫറെൻ്റ് ആയിരുന്നു, പക്ഷെ ചെയ്യിപ്പിച്ചതും വേറെ ആയിരുന്നു. പക്ഷേ ഗ്രൂപ്പായിട്ട് നമ്മൾ ചെയ്യിപ്പിച്ച ഒരു സാധനം
പടമായിട്ട് ഒരു സിമിലാരിറ്റി ഉണ്ട്. പടത്തിൽ ഒരു അമ്പലത്തിൻ്റെ ഒരു സീനുണ്ടല്ലോ, ആദ്യത്തെ അമ്പലത്തിൽ. അപ്പം അതിൻ്റെ ഒരു സിമിലർ സെറ്റ്, പക്ഷേ വേറെ സാധനം ചെയ്യിപ്പിച്ചതിൽ ഇങ്ങനെ ഒരു അനിയനെ കളഞ്ഞു പോണു. അപ്പം എല്ലാവരും കൂടെ ഇങ്ങനെ ആ അമ്പലത്തിൽ അങ്ങനെ ഇതേപോലെ ഉത്സവം നടക്കുന്ന അമ്പലത്തിൽ നോക്കുക, അങ്ങനെ ഒരു സാധനമാണ് അന്ന് ചെയ്യിപ്പിച്ചത്. അപ്പം ഗ്രൂപ്പായിട്ട് ഇങ്ങനെ 2-3 സാധനം ചെയ്യും. പിന്നെ ഗ്രൂപ്പായിട്ട് പടത്തിൽ മറ്റേ കരാട്ടയുടെ ഒരു സീനുണ്ടല്ലോ, ആ സാധനവും ഓഡിഷനും അതും ചെയ്യിപ്പിച്ചായിരുന്നു ഓഡിഷനിൽ. അപ്പം ഇതാണ് ഗ്രൂപ്പായിട്ട് ചെയ്തത്. പക്ഷേ സിംഗിൾ എല്ലാം വേറെ വേറെ ഓരോ സാധനങ്ങളൊക്കെയാണ് ചെയ്യിപ്പിച്ചതൊക്കെ. അതിന് ശേഷമാണ് ഡാൻസ് ചെയ്യിപ്പിച്ചത്. പക്ഷേ നമ്മൾ കൊറിയോഗ്രാഫറായിരുന്ന ശ്രീജിത്ത് മാഷ് ഉണ്ടായിരുന്നു. അപ്പം ശ്രീജിത്ത് മാഷ് പക്ഷേ നമ്മുടെ അടുത്ത് വന്ന് ഇന്ന സ്റ്റൈൽ കളിക്കണം, ഇന്നത് കളിക്കണം എന്നൊന്നും പറഞ്ഞൊന്നുമില്ല. എന്തെങ്കിലും കളിക്കാൻ പറഞ്ഞു നമ്മുടെ അടുത്ത്. അപ്പോൾ ഡയറക്ടറും എന്തെങ്കിലും കളിക്കാനാണ് പറഞ്ഞത്. അപ്പം ഓക്കെ ശരി, അറിയാമെന്നുള്ള സാധനം എന്താണെന്ന് വെച്ചാൽ കളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കളിച്ച് കാണിച്ചു. അപ്പോൾ കളിച്ച് കാണിച്ചപ്പോൾ ഓക്കെ കുഴപ്പമില്ല, കളിക്കാനുണ്ടെന്ന്. പക്ഷെ അപ്പോഴും നമ്മുടെ അടുത്ത് ഇന്ന സ്റ്റൈൽ കളിക്കണമെന്നൊന്നും പറഞ്ഞൊന്നുമില്ല. ഓക്കെ ഇത് മതി, ഇത് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അതിനുശേഷം അന്നത്തെ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ കിട്ടുകയാണെങ്കിൽ പറയാം, എന്തായാലും വിളിക്കാം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് മുടിയുടെ കാര്യം ഒന്ന് ചോദിച്ചായിരുന്നു. മുടി എങ്ങനെയാണ്, മുടി വെട്ടുന്നതിന് കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ മുടി വളർത്തുന്നതിന് കുഴപ്പമുണ്ടോ, ഇങ്ങനെ എല്ലാ ക്വസ്റ്റ്യനും ചോദിച്ചു. അപ്പം ഇല്ല അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അപ്പം ഓക്കെ ശരി വിളിക്കാമെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞൊരു എനിക്ക് തോന്നുന്നു വീണ്ടും ഒരു 1.5-2 മാസം കഴിഞ്ഞപ്പോഴാണ് വീണ്ടും വിളിച്ചിട്ട് ഇങ്ങനെ അത് സെലക്ട് ആയിട്ടുണ്ട്, ഇപ്പോഴത്തെ ലുക്കിൻ്റെ ഒരു ഫോട്ടോ അയക്കാമോ എന്ന് ചോദിച്ചു. അപ്പം അങ്ങനെ ഫോട്ടോ അയച്ചു കൊടുത്തു. അപ്പോൾ അതിനുശേഷമാണ് പറയുന്നത് ഇങ്ങനൊരു വർക്ക്ഷോപ്പ് ഉണ്ടാവും എന്ന് പറഞ്ഞു. ട്രിവാൻഡ്രത്ത് വെച്ചായിരുന്നല്ലോ. അപ്പോൾ വർക്ക്ഷോപ്പ് ഉണ്ടാവും, വർക്ക്ഷോപ്പിന് വരണം, ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു. എന്നിട്ട് നമുക്ക് ആ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞ് ഒരു 3 മാസം ഉണ്ടായിരുന്നു. പടം തുടങ്ങുന്നതിന് 3 മാസം 3 months നമ്മൾ ആക്ച്വലി കാസ്റ്റ് എല്ലാവരും എനിക്ക് തോന്നുന്നു 7-8 പേര് നമ്മളെല്ലാവരും ഒരുമിച്ചായിരുന്നു. കഴക്കൂട്ടത്തൊരു ഫ്ലാറ്റ് എടുത്തു തന്നു. നമ്മളെല്ലാവരും മുകളിലത്തെ ഫ്ലോറിൽ ആ ഒരു 3 BHKയിൽ നമ്മളെല്ലാവരും 7 പേരും, താഴത്തെ ഫ്ലോറിൽ സാറും വിനോദ് സാറ് AD ഡയറക്ഷൻ ക്രൂ അവരെ ടീം എല്ലാവരും അപ്പോൾ നമ്മൾ അങ്ങനെ ആ സെയിം ഫ്ലാറ്റിലായിരുന്നു. ഒരു രാവിലെ ആകുമ്പം ഒരു ബ്രേക്ക് ഇല്ലാതെ തന്നെ നമുക്ക് 3 months ഡെയിലി രാവിലെ എനിക്ക് തോന്നുന്നു 9 to 6 വരെ ഒരു ട്രെയിനിങ് ഉണ്ടാവും. അതിൽ ആദ്യം ആക്ടിങ് ട്രെയിനിങ് ആയിരുന്നു. ആക്ടിങ്ങിൽ നമുക്ക് വർക്ക്ഷോപ്പ് എടുത്തത് സുനിത എന്ന് പറഞ്ഞൊരു ചേച്ചിയാണ്. അപ്പോൾ ചേച്ചി വന്നൊരു എനിക്ക് തോന്നുന്നു 5 ദിവസം 7 ദിവസം അങ്ങനെ എന്തോ ഒരാഴ്ച എന്തോ ചേച്ചി ട്രെയിനിങ് എടുത്തു. ചേച്ചി വർക്ക്ഷോപ്പ് തന്നതിന് ശേഷം പിന്നെ നമുക്ക് ലാംഗ്വേജ് ട്രെയിനിങ്ങിന് മാരിസൂനി എന്ന് പറഞ്ഞൊരു പുള്ളി വന്നു. ചേട്ടൻ ട്രിവാൻഡ്രത്ത് നിന്നുള്ളതാണ്. നമ്മളെ പടത്തിലും അഭിനയിച്ചിട്ടുണ്ട്. പടത്തിലും ഉണ്ട്. മുടിയൊക്കെ കുറച്ച് ഇതായിട്ടുള്ള പുള്ളി നമ്മളെ ട്രെയിനറായിട്ട് ആക്ച്വലി വന്നതാണ്, നമ്മളെ ട്രിവാൻഡ്രം സ്ലാങ് പഠിപ്പിക്കാൻ. ഈ സ്ലാങ് പഠിപ്പിക്കുന്നതും പുള്ളി ആക്ച്വലി വന്നിട്ടിങ്ങനെ ഓക്കെ ഇതാണ് ട്രിവാൻഡ്രം സ്ലാങ്, ഇങ്ങനെ സംസാരിക്കണം എന്നല്ല. പിന്നെ കാര്യം നമ്മളെ കൂട്ടത്തിൽ ചാലക്കുടിയിൽ നിന്നും പിന്നെ കോഴിക്കോട് നിന്നൊക്കെ ഉള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പം അവർക്ക് പിക്ക് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. അവർക്ക് ഓൾറെഡി മറ്റേ അവരുടേതായ ഒരു സ്ലാങ് ഉണ്ടല്ലോ, അപ്പോൾ അത് മാറ്റാനൊക്കെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് പക്ഷേ ഇപ്പം എന്താ പറയുക, ട്രിവാൻഡ്രത്താണെങ്കിൽ തന്നെ ഇപ്പോൾ പല രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ഞാനിപ്പോൾ സംസാരിക്കുന്ന വേറൊരു രീതിയായിരിക്കും, പക്ഷെ ഒരു കോസ്റ്റൽ സൈഡിലേക്ക് പോയാൽ വേറൊരു രീതിയായിരിക്കും, അങ്ങോട്ട് പോയാൽ വേറൊരു രീതിയായിരിക്കും. അപ്പം അങ്ങനെ നമ്മളെ കൂട്ടത്തിൽ തന്നെ ഈ പാറശാല സൈഡിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. അപ്പം അവൻ വേറെ രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പം അങ്ങനെ പല പല രീതിയിലുള്ളതാണ്. അപ്പോൾ പുള്ളി എന്താ ചെയ്തതെന്ന് വെച്ചാൽ പുള്ളി ഒരു ട്രിവാൻഡ്രം സ്ലാങ്ങിൽ സംസാരിക്കും. നമ്മൾ ആര് തിരിച്ച് സംസാരിച്ചാലും നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത് ട്രിവാൻഡ്രം സ്ലാങ് ആ രീതിയിൽ റെസ്പോണ്ട് ചെയ്യണം. അപ്പം എല്ലാവരെ കൊണ്ടും അങ്ങനെ ചെയ്യിപ്പിച്ച് ഇപ്പം മറ്റേ കോഴിക്കോട് എന്നുള്ള അവനായാലും അവൻ്റെ അടുത്ത് പറയും നമ്മളെല്ലാവരും സംസാരിക്കണ കേട്ടിട്ട് ആ വാക്കുകളൊക്കെ അങ്ങനെ പറഞ്ഞു എന്ന് വെച്ചാൽ കോഴിക്കോട് അവൻ മറ്റേ ഇജെന്ത് അങ്ങനെയൊക്കെ ചോദിക്കും. അങ്ങനെയല്ല, ട്രിവാൻഡ്രം രീതിയിൽ നീ എന്ത് അങ്ങനത്തെ രീതിയിലൊക്കെ ചോദിക്കും. പിന്നെ പടവും ആക്ച്വലി ഒരു ലേറ്റ് 80s 90s ആണല്ലോ. അപ്പോൾ ആ സമയത്ത് അതാണ് ആ സമയത്ത് മറ്റേ എന്താ കിഴക്കൂട്ടം സൈഡിലൊക്കെ എന്താ പറയുക, ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ഇപ്പോൾ മറ്റേ പ്രോപ്പർ സിറ്റിക്കകത്ത് സംസാരിക്കുന്ന പോലത്തെ റിഫൈൻഡ് ആയിരിക്കില്ല. അപ്പോൾ അതേപോലെ സംസാരിക്കണം. അപ്പോൾ അതിനുവേണ്ടി പുള്ളി അങ്ങനത്തെ ട്രെയിനിങ് എന്നത് കൂടുതലും ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അങ്ങനെ പുള്ളി എന്നിട്ട് നമ്മളെ കൂടെ നിർത്തി സ്റ്റേ ചെയ്യിപ്പിച്ചു. അപ്പോൾ എല്ലാവരും മറ്റേ എപ്പോഴും റൂമിലാണെങ്കിലും സംസാരിക്കുമ്പോഴൊക്കെ പുള്ളി അങ്ങനെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം പിന്നെ ട്രെയിനിങ്ങിന് വരുമ്പോഴും പുള്ളി കൂടുതലും എന്താ പറയുക ഇങ്ങനെ കാര്യങ്ങൾ ചോദിച്ച് പുള്ളീനെ കൊണ്ട് പിന്നെ നമുക്ക് പുള്ളി തിയേറ്ററൊക്കെ ചെയ്യുന്നതാണ്, തിയേറ്റർ വർക്ക്ഷോപ്സ് ഒക്കെ എടുക്കുന്നതാണ്. അപ്പോൾ പുള്ളിയുടെ അടുത്ത് നമ്മളെ ഇങ്ങനെ തിയേറ്റർ പോലെ വർക്ക്ഷോപ്സ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി അതിലും സംസാരിക്കണത് പക്ഷെ നമ്മൾ ആ ഒരു സ്ലാങ്ങിൽ സംസാരിക്കണം എന്നുള്ള രീതിയിലാക്കി. നമ്മൾ എന്ത് പെർഫോം ചെയ്താലും അങ്ങനെ സംസാരിക്കാവുള്ളൂ എന്നാക്കി. അപ്പോൾ അങ്ങനെ സംസാരിച്ചാണ് നമ്മളത് പിക്കപ്പ് ചെയ്ത് എല്ലാവർക്കും അത് ഓക്കെ ആയത്. ഡാൻസ് ഇതിൻ്റെ കൂടെ തന്നെ ഈ ലാംഗ്വേജ് ട്രെയിനിങ്ങിൻ്റെ കൂടെ തന്നെ ഡാൻസും ഉണ്ടായിരുന്നു. അത് സൈമൾട്ടേനിയസ്ലി രണ്ടും കൂടെ ഒരുമിച്ചായിരുന്നു. ഡാൻസ് പക്ഷേ കുറച്ച് പാടായിരുന്നു എന്ന് പറഞ്ഞാൽ കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കളിക്കും. ഇങ്ങനെ
തീരെ കളിക്കാൻ അങ്ങനെ കളിച്ചിട്ടില്ലാത്ത 1-2 പേരൊക്കെ ഉള്ളൂ. പക്ഷെ പ്രൊഫഷണലി കളിക്കുന്ന 2-3 പേരുണ്ട്. ഇപ്പം മനോജ് എന്ന് പറഞ്ഞാൽ അവൻ പ്രൊഫഷണലി ട്രെയിൻഡ് ഡാൻസറാണ്. അല്ലെങ്കിൽ ഇപ്പം സ്വന്തമായിട്ട് ഡാൻസ് സ്റ്റുഡിയോ ഒക്കെ ഉള്ളതാണ്. പ്രേം, ഇതിൽ സുദീപായിട്ട് അഭിനയിച്ച പ്രേമനും സ്വന്തമായിട്ട് ഡാൻസ് സ്റ്റുഡിയോ ഒക്കെ ട്രിവാൻഡ്രത്തുള്ളതാണ്. അപ്പോൾ അവർ പ്രൊഫഷണൽ ഡാൻസേഴ്സാണ്. അപ്പം നമ്മളൊക്കെ കളിക്കും, അത്രേ ഉള്ളൂ. അപ്പം ഡാൻസ് പഠിച്ചിട്ടുണ്ട്. ഡാൻസ് ഞാൻ കളിക്കും, ഡാൻസ് അറിയാത്തല്ല, പക്ഷെ അങ്ങനെ പ്രൊഫഷണലി ട്രെയിൻഡ് ഡാൻസർ അല്ല. ഡാൻസ് കളിക്കും. പിന്നെ ഞാൻ പണ്ട് ഒരു ട്രിവാൻഡ്രത്ത് തന്നെ ഒരു കോഡ് റെഡ് എന്ന് പറഞ്ഞൊരു ഡാൻസ് സ്റ്റുഡിയോയിൽ കുറച്ച് നാൾ അങ്ങനെ പോയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ മറ്റേ ഭയങ്കര പ്രൊഫഷണലി മറ്റേ കോമ്പറ്റീഷൻ അങ്ങനെയൊന്നും പോയിട്ടൊന്നുമില്ല. ഇഷ്ടമാണ് അങ്ങനെ. ആദ്യമേ പഠിച്ചത് വേവ് അടിക്കാനാണ്, ലോക്കിംഗ് ആണോ പോപ്പിംഗ് ആണോ ആദ്യം പഠിച്ചത്? എന്താ പറയുക, ഇങ്ങനെ സ്വന്തമായിട്ട് എനിക്കിങ്ങനെ വേവും സംഭവങ്ങളൊക്കെ ആയിരുന്നു കൂടുതലും ഇഷ്ടം. മറ്റേതിനേക്കാളും ചില ആൾക്കാർ മറ്റേ ബി ബോയിങ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യും. എനിക്ക് മറ്റേ അതിനേക്കാളും അല്ലാതെ മറ്റേ സിനിമാറ്റിക് ഒക്കെ കൂടുതൽ കളിക്കാനൊക്കെ ആയിരുന്നു ഇഷ്ടം. പഴയ സിനിമയിലൊക്കെ കണ്ടിട്ട് അങ്ങനത്തെ സ്റ്റൈലൊക്കെ. അപ്പോൾ നമ്മളെ ആ സ്റ്റൈല് നിന്ന് മാറ്റി ഇത് പഴയ കാലത്ത് ഒരു ഹിപ്പ് ഹോപ്പ് അല്ലെങ്കിൽ ബ്രേക്ക് ഡാൻസ് സ്റ്റൈലുണ്ടല്ലോ, അത് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ കുറച്ച് പാടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മളെ ബോഡി ഓൾറെഡി ഇപ്പോഴത്തെ സ്റ്റൈലിൽ യൂസ്ഡ് ആണ്. അപ്പോൾ പഴയ സ്റ്റൈലിൽ കളിക്കാനായിട്ട് പുള്ളി കുറേ കഷ്ടപ്പെട്ടു. പുതിയ സ്റ്റെപ്പ് അതാണ് പ്രശ്നം. എന്ന് വെച്ചാൽ കളിക്കുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് ഇപ്പോഴത്തെ സ്റ്റൈല് വരും. അപ്പോൾ അങ്ങനെ വരാൻ പാടില്ല, പഴയ സ്റ്റൈലിൽ തന്നെ കളിക്കുകയും വേണം. അപ്പോൾ അതിന് പുള്ളി അതിനാണ് ഞാൻ മറ്റേ വിഷ്ണു ചേട്ടനും അഭിചേട്ടനും അവർ രണ്ടുപേരും ആയിരുന്നു ശ്രീത് മാഷിൻ്റെ അസിസ്റ്റൻസ് ആയിട്ട് വന്നത്. അപ്പോൾ അവർ രണ്ടുപേരും കുറേ നമ്മളിട്ട് ഡെയിലി ചെയ്യിപ്പിച്ച് ആദ്യം ബേസിക് മൂവ്മെൻറ്റ്സ്, മറ്റേ ബേസിക് മൂവ്മെൻറ്റ്സ് അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ബേസിക് ബോഡി മൂവ്മെൻറ്റ്സ്, പിന്നെ കഴുത്ത് കൊണ്ടുള്ള ബേസിക് ആദ്യം ബോഡി ഒന്ന് വഴങ്ങാൻ വേണ്ടി അങ്ങനെയാണ് ചെയ്യിപ്പിച്ചത്. പിന്നെ വേവ്, ഈ പറഞ്ഞ പോലെ വേവ് എങ്ങനെ എടുക്കാം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് ചെയ്യണ പോലെ അല്ല പണ്ട് ചെയ്യണം, അതെങ്ങനെ ചെയ്യണം അങ്ങനെ. പിന്നെ ആ ഒരു സ്റ്റൈല് പതുക്കെ അങ്ങനെ അതൊരു 3 മാസത്തിൽ ആക്ച്വലി കുറേ സമയം എടുത്തു അത് നമുക്ക് പഠിക്കാൻ, ആ ഒരു സ്റ്റൈല് കിട്ടാൻ. പിന്നെ നമ്മൾ ഷൂട്ടിലേക്ക് കയറിയപ്പോഴേക്കും അത് ഓൾമോസ്റ്റ് നമ്മൾ ആ ഒരു സ്റ്റൈല് മനസ്സിലായി. പക്ഷെ ഷൂട്ടിലും ഭയങ്കര ഏറ്റവും എന്തായിരുന്നു ചെയ്തതെന്ന് ചോദിച്ചാൽ ഈ ഡാൻസിൻ്റെ പോർഷൻസ് ആയിരിക്കും. കാര്യം ഇത്രയും പേര് കളിക്കുമ്പോഴത്തേക്ക് ഒരാൾക്ക് തെറ്റിയാൽ വീണ്ടും ചെയ്യേണ്ടി വരും. പിന്നെ ഇപ്പം എല്ലാവർക്കും തെറ്റും. ഇപ്പം തെറ്റിയില്ലെങ്കിൽ പോലും ചിലപ്പോൾ ഒരാൾക്ക് സ്റ്റൈല് മാറിപ്പോകും. ഇപ്പം കളിക്കണ പോലെയൊക്കെ കളിയും, അപ്പോൾ വീണ്ടും ഒന്നുകൂടെ ചെയ്യേണ്ടി വരും. അപ്പം അത് ഡാൻസിൻ്റെത് കുറച്ച് ഏറ്റവും കൂടുതൽ ടേക്ക് എടുത്ത് ഏറ്റവും കൂടുതൽ ഡാൻസിൻ്റെ തന്നെയാണ് കൂടുതൽ. ഏത് ഡാൻസ് പോർഷൻ ഏറ്റവും കൂടുതൽ? ഏത് ഡാൻസ് പോർഷൻ ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു കുറേ സ്ഥലത്ത് നമുക്ക് ഇതിപ്പോൾ നമ്മൾ ഇത്രയും ട്രെയിനിങ് കഴിഞ്ഞിട്ടാണല്ലോ ഷൂട്ടിലേക്ക് കയറുന്നത്. എന്നിട്ട് ഷൂട്ടിലേക്ക് കയറി കഴിയുമ്പോഴത്തേക്ക് ഈ സിനിമയിൽ നമുക്ക് ഡാൻസ് അറിഞ്ഞുകൂടാത്ത പോലത്തെയും രീതിയിലുണ്ട്. ആദ്യം ഒന്നും ഡാൻസ് അറിഞ്ഞുകൂടാത്ത പോലെ. അപ്പം ഇത്രയും ചെയ്ത് നമ്മളെല്ലാം ഇത്രയും ട്രെയിൻഡ് ആയിട്ട് അവിടെ പോയിട്ട് ഇനി അറിഞ്ഞുകൂടാത്ത പോലെ കാണിക്കണം. അപ്പോൾ അത് ആദ്യം കുറച്ച് എല്ലാവർക്കും കുറച്ചൊരു ഇതായിരുന്നു. ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരാളെ പോലെ ചെയ്യാന്നൊക്കെ ഉള്ള അങ്ങനെ ചെയ്യണത് അത് കുറച്ച് പാടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റി. ഇപ്പം കുറേ നമ്മൾ മറ്റേ സ്റ്റേജിലൊക്കെ കളിക്കണതിൽ ഫുൾ തെറ്റിക്കുന്നു, കളിക്കണ സാധനം തെറ്റിക്കണം. അതൊക്കെ നമ്മൾ ഷൂട്ടിൻ്റെ ഇടയിൽ ചിലപ്പോൾ ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ മറ്റേ പാട്ടൊക്കെ കേട്ട് ആവേശത്തിൽ ചെയ്യുമ്പോൾ കറക്റ്റായിട്ടൊക്കെ ചെയ്യും. അപ്പം ബാക്കിൽ മൈക്കിൽ നിന്ന് വിളിക്കണം, അങ്ങനെ ചെയ്യില്ലേ, ഇങ്ങനെ കറക്റ്റായിട്ട് ചെയ്യില്ല, തെറ്റിക്കണം, നിങ്ങളിത് കറക്റ്റ് ആക്കരുത് എന്ന് പറയും. അപ്പോഴാണ് നമ്മൾ ശരിയാണ് ഇത്രയും ചെയ്യേണ്ടതെന്ന് പിന്നെ അത് കറക്റ്റാക്കി. പക്ഷെ അത് കുഴപ്പമില്ലായിരുന്നു, അങ്ങനെയായിരുന്നു അത്. പക്ഷേ ഡാൻസ് ആയിരുന്നു കൂടുതൽ ടേക്കൊക്കെ പോയിക്കൊണ്ടിരുന്ന സാധനം. മൂൺ വാക്ക് വരുന്നതിന് മുമ്പ് 18-ാം പടി ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ 18-ാം പടിയിലോട്ട് എങ്ങനെയാണ് ആദ്യമേ ആക്ടിങ് കരിയർ തുടങ്ങി? അത് ഈ പറഞ്ഞ പോലെ ഓഡിഷൻ, അതും ഒരു കാസ്റ്റിംഗ് കോള് കണ്ടിട്ട്, അതെനിക്ക് തോന്നുന്നു നിവിൻ പോളി ചേട്ടൻ്റെ ഒരു വീഡിയോ, അതിൻ്റെ കാസ്റ്റിംഗ് കോൾ അങ്ങനെയായിരുന്നു. ഒരു വീഡിയോ വെച്ചിട്ട് ഒരു കാസ്റ്റിംഗ് കോൾ പോലെ വന്നായിരുന്നു. അത് കണ്ടിട്ട് അതിൽ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് അങ്ങനെ വിളിച്ച് ഓഡിഷന് പോയി. അങ്ങനെ ഓഡിഷൻ കിട്ടിയിട്ട് അങ്ങനെ അതിൽ കിട്ടിയതാണ് 18-ാം പടിയിൽ. പക്ഷെ രണ്ടും ആക്ച്വലി ട്രിവാൻഡ്രത്ത് തന്നെയായിരുന്നു ഷൂട്ട്. ഈ 18-ാം പടി അവിടെ തന്നെയായിരുന്നു. മൂൺ വാക്ക് ആക്ച്വലി ഫുൾ ട്രിവാൻഡ്രത്ത് തന്നെയായിരുന്നു. ഒരു ലാസ്റ്റ് കുറച്ച് പാച്ച് ഷൂട്ടൊക്കെ മാത്രം വന്നപ്പോഴാണ് കൊച്ചിയിലേക്ക് വന്നത് ഷൂട്ടിൻ്റെ ഇതിനൊക്കെ. ഓൾമോസ്റ്റ് ബാക്കി ഒരു ഫുൾ ഷൂട്ട് ഓൾമോസ്റ്റ് എല്ലാം ട്രിവാൻഡ്രത്ത് തുമ്പ എന്ന് പറഞ്ഞ കഴക്കൂട്ടം കഴിഞ്ഞ് തുമ്പ പുത്തൻതോപ്പ് ഏരിയ ഉണ്ട്. ഒരു സെൻറ്റ് സേവിയർസ് കോളേജ് അതൊക്കെ ഉള്ള ആ ഒരു സൈഡിലായിരുന്നു ഫുൾ ഷൂട്ട്. കാര്യം ആ ഒരു സൈഡൊക്കെ ഇപ്പോഴും ഒരു പഴയ കാലത്തെ ഒരു ലുക്കാണ് ആ ഒരു സ്ഥലമൊക്കെ ഇപ്പോഴും ഉള്ളത്. അങ്ങനെ അതുകൊണ്ട് അവിടെ ആയിരുന്നു ഫുൾ ഷൂട്ട് പടത്തിൻ്റെ. 80s ലുക്ക് പിടിക്കാൻ കഷ്ടപ്പെട്ടോ? 80s ലുക്ക് പിടിക്കാൻ ആക്ച്വലി എന്താ പറയുക, ആ സമയത്ത് ഭയങ്കര കോമഡി പോലെയായിരുന്നു. കാര്യം
നമുക്ക് മാത്രം നമ്മളെ ഡ്രസ്സാണെങ്കിലും മറ്റേ ബാഗി പാൻറ്റും പാൻറ് പിന്നെ അങ്ങനത്തെ ലൂസ് ടീഷർട്ട് ആയിട്ടുള്ള ഷർട്ട് ടീഷർട്ട് പിന്നെ മറ്റേ നമ്മൾ ഈ എക്സ്റ്റൻഷനും വെച്ചിട്ടുണ്ട് ഹെയർ. പിന്നെ ഫ്രണ്ട് ഒരു ട്രീറ്റ്മെൻറ്റ് എന്തോ ചെയ്തായിരുന്നു ഹെയറിൽ ഇങ്ങനെ ഇങ്ങനെ വന്നിരിക്കാൻ വേണ്ടി. വേണ്ടി ഇങ്ങനെ ഇരിക്കുക. പിന്നെ ബാക്കിൽ എക്സ്റ്റൻഷനും വെച്ച്. അപ്പം നമ്മൾ ഈ ഷൂട്ട് സമയത്ത് ഈ റോഡിലൊക്കെ നിൽക്കുമ്പോഴേ വേറെ സാധാരണ പോണ ആൾക്കാർ ബൈക്കിൽ പോകുമ്പോഴത്തേക്ക് അവർ നമ്മളെ കാണുമ്പോൾ അവർ ഇതെന്താ മറ്റേ ടൈം ട്രാവൽ ചെയ്ത് വന്ന ആൾക്കാരെ പോലെ അവരിങ്ങനെയാണ് നമ്മളെ നോക്കണത്, ഇമാരിത് ആരെന്നുള്ള പോലെ. അപ്പം ആ സമയത്ത് നമുക്ക് അയ്യോ ഇത് ആൾക്കാർ നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് പോകണം. അത് നമ്മൾ മറ്റേ അങ്ങനത്തെ പാൻറ്റും അങ്ങനത്തെ ഷർട്ടും ഇതൊക്കെ ഇട്ട് നിൽക്കണുണ്ട്. പക്ഷേ ആ ഒരു ഇതിലേക്ക് കയറിയപ്പോഴത്തേക്ക് ഭയങ്കര രസമാണ്. പിന്നെ നമ്മൾ രാവിലെ വന്ന് നമ്മൾ സെറ്റിലെത്തി രാവിലെ തന്നെ ഹെയറൊക്കെ വെച്ച് അങ്ങനെ റെഡിയാവും. പിന്നെ പോകുന്നത് വരെ ആ ഒരു രൂപത്തിൽ ആ ഒരു ലുക്കിൽ തന്നെ ആയിരിക്കും. അപ്പം നമ്മളതിൽ ഒരു ആദ്യത്തെ ദിവസം തന്നെ കഴിഞ്ഞപ്പോഴത്തേക്ക് യൂസ് ടു ആയി ആ ഒരു ലുക്ക്. നമ്മൾ തന്നെ അതേപോലത്തെ ഒരു രീതിയിൽ ഇതൊക്കെയായി. പിന്നെ നമ്മളങ്ങനെ ആദ്യമൊന്നും നമ്മൾ സെറ്റിൽ ഫോണൊന്നും അങ്ങനെ കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ഇരുന്ന് സംസാരിച്ചാൽ മതി അങ്ങോട്ടും ഇങ്ങോട്ടും. ഫോണൊക്കെ കൊണ്ടുവന്ന് ഫുൾ ടൈം ഫോണിൽ നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ ഒരു ഇത് പോവും, അതുകൊണ്ട് ഫോണൊന്നും ഉപയോഗിക്കേണ്ട എന്നുള്ള അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളാരും അങ്ങനെ ഫോണൊന്നും അങ്ങനെ ഉപയോഗിക്കാറുമില്ലായിരുന്നു ആദ്യമൊന്നും. അപ്പം ഫുൾ വന്ന് അങ്ങനെ എന്ന് വെച്ചാൽ പഴയ കാലത്ത് ആ ഒരു ഇത് കിട്ടാൻ വേണ്ടി. പണ്ട് മറ്റേ ഫോണില്ല, ഒന്നുമില്ലല്ലോ, മൊബൈൽ ഫോണൊന്നും ഇല്ല അങ്ങനെ. അപ്പം നമ്മളും സെറ്റിൽ അങ്ങനെയായിരുന്നു ഫുൾ. പിന്നെ എല്ലാവരും ഉള്ളതുകൊണ്ട് ഒരു ഭയങ്കര വൈബായിരുന്നു സെറ്റിൽ. നമ്മളെല്ലാവരും ഓൾറെഡി എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ നമ്മൾ അഭിനയിക്കുന്ന ആൾക്കാരാണെങ്കിലും ഒരു 7-8 പേര് ഒരുമിച്ചായിരുന്നു. പിന്നെ ക്രൂവും തൊട്ട് താഴെ ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് താഴെ അവരെ ഫ്ലാറ്റിൽ പോകും. നമ്മൾ അവരവിടെ പോയി കുറച്ച് നേരം ഇരിക്കും, നമ്മൾ അവരോട് സംസാരിക്കും. അപ്പം അവരെയും നമുക്ക് എല്ലാവർക്കും അറിയാം. എന്ന് വെച്ചാൽ മെയിൻ ക്രൂ ആയിട്ടുള്ള എല്ലാവരും നമുക്കും അറിയാം. അതുകൊണ്ട് അങ്ങോട്ട് ഷൂട്ട് തുടങ്ങുന്ന സമയമായപ്പോഴത്തേക്ക് ഇവരൊക്കെ ആയിട്ട് നമുക്ക് കമ്പനി ചെയ്യേണ്ട കുഴപ്പമില്ലായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാവരെയും ആയിട്ട് അറിയാമെന്നുള്ളതുകൊണ്ട് ആ ഒരു സിങ്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഈ വരുൺ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെ ആദ്യമേ ഓഡിഷൻ ചെയ്യുമ്പോൾ നമുക്ക് ക്യാരക്ടർ ഏതാണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. വരുൺ ഇന്ന ക്യാരക്ടർ ഇതാണ് പ്ലേസ് ചെയ്യുന്നതെന്ന് എപ്പോഴാണ് ഡയറക്ടർ പറഞ്ഞത്? ഷൂട്ട് തുടങ്ങണേന് ഒരു 2 ദിവസം മുമ്പെയാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നത് എനിക്കായിരുന്നു ഏറ്റവും കൂടുതൽ ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നത് എന്താണ് ഞാൻ ചെയ്യാൻ പോണേ എന്നുവെച്ചാൽ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കായിരുന്നു, എല്ലാവരും ചോദിക്കും, എനിക്ക് തോന്നുന്നു ഞാനാ കൂടുതൽ ചോദിക്കണേ ഏതാണ് റോള്, എന്താണ് സാധനം. കാര്യം ആ സമയത്തൊന്നും അറിയില്ല. ഇത് നമുക്കൊരു സ്ക്രിപ്റ്റ് റീഡിങ് സെഷൻ ഇത് തുടങ്ങുന്നതിന് ഒരു 2-3 ദിവസം മുമ്പ് ഉണ്ടായിരുന്നു. അതുവരെ ഒന്നും അറിയില്ല, ഒരു ഐഡിയ ഇല്ല ഏതാണെന്നൊന്നും അറിയില്ല. പക്ഷേ ഈ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ഈ ഡാൻസൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 2 മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഇതായി. പിന്നെ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ള സംഭവത്തിലേക്കായി. ബാക്കിയൊക്കെ കഴിഞ്ഞു, നമുക്ക് വർക്ക്ഷോപ്സൊക്കെ കഴിഞ്ഞു, ഈ ആക്ടിങ് വർക്ക്ഷോപ്പ് അതൊക്കെ. അപ്പം കുറേ ദിവസം ഇങ്ങനെ നിന്ന് നമുക്കറിയാമല്ലോ ഇപ്പം ഇതാണ് സംഭവം. പിന്നെ ഇവർ ബാക്കി ക്യാരക്ടേഴ്സിൻ്റെ കാസ്റ്റിംഗ് ചെയ്യണതൊക്കെ നമ്മളും ചിലപ്പോൾ കാണാറുണ്ട്. ഇവർ ഈ ചെയ്യുന്നതും ഈ നമ്മൾ ഡെയിലി ചെയ്യുന്നതിന് ഇവരെല്ലാവരും വൈകുന്നേരം പോയി വീണ്ടും കണ്ട് ഇവർ ഡിസൈഡ് ചെയ്യും ഓരോ സാധനങ്ങൾ ആര് ചെയ്യണം അങ്ങനെയൊക്കെ. അപ്പം നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഭയങ്കര കൂടുതൽ എന്താണ് ചെയ്യാൻ പറ്റുക. അത് എനിക്കാണ് കൂടുതൽ. ഞാനിങ്ങനെ ആലോചിക്കും എന്തായിരിക്കും ചെയ്യാൻ പോണേ. അപ്പം ഇതെനിക്ക് തോന്നുന്നു ഒരു തുടങ്ങുന്നതിന് 2-3 ദിവസം മുമ്പ് വരെ ഒന്നും അറിഞ്ഞോളൂ. നമ്മൾ ചോദിച്ചിട്ടൊന്നും അതൊക്കെ പറയാമെന്ന് പറയും. എന്നിട്ടാണ് പിന്നെ വീണ്ടും വന്ന് ക്യാമറാമാനൊക്കെ വന്ന് വീണ്ടും ഒരു 2-3 സീൻസ്, പടത്തിലെ സീൻസ് ഓരോ ആൾക്കാരൊക്കെ എന്നെ വേറൊരു 2 പേര് അങ്ങനെ നമ്മളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചൊക്കെ നോക്കി. 2 ക്യാരക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ ചെയ്യിപ്പിച്ചൊക്കെ നോക്കി അങ്ങനെ. പക്ഷെ അപ്പോഴും ഐഡിയ ഇല്ല ഏതാണെന്നൊന്നും. ഇതിലേതെങ്കിലും ഒന്നാവാം എന്നൊക്കെ ഉള്ളൂ. പിന്നെ ഒരു സ്ക്രിപ്റ്റ് റീഡിങ് സെഷൻ നമുക്ക് ലാസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് വച്ചായിരുന്നു. ആക്ച്വലി അപ്പോഴും സ്ക്രിപ്റ്റ് റീഡ് ചെയ്യുമ്പോഴും നമുക്കറിഞ്ഞു, നമ്മൾ ചോദിച്ചപ്പോഴും പറഞ്ഞില്ല, അത് കഴിഞ്ഞിട്ട് പറയുന്നതാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു ഐഡിയ കിട്ടും. ഓക്കെ ഇതായിരിക്കും നമ്മൾ. കാര്യം കുറേ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ കേൾക്കുമ്പോഴത്തേക്കോ ഇതാവാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നും അങ്ങനെ. അപ്പം അത് ഫുൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് ചോദിക്കുമ്പോൾ ഡയറക്ടറാണ് ഇന്ന ആളാണ് ഇന്നതൊക്കെ ചെയ്യണത്. അപ്പോഴാണ് ഞാൻ അറിയണത് ഞാൻ വരുണാണ് ചെയ്യണതെന്ന്. അങ്ങനെ അപ്പോൾ എന്താ തോന്നിയോ വരുണാണ് ഞാൻ ആ ക്യാരക്ടർ? അപ്പം കേട്ടപ്പോൾ ഓക്കെ കൊള്ളാം, ഹാപ്പി ആയിരുന്നു. വേറെ ക്യാരക്ടറുകൾ എക്സ്പെക്ട് ചെയ്തായിരിക്കും എനിക്ക് കിട്ടുന്നത്? വേറെ ഏതെങ്കിലും ആക്ച്വലി അന്ന് വേറെ വിചാരിച്ചായിരുന്നു. പക്ഷെ പിന്നെ പടത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്ത് ഷൂട്ടിലേക്ക് കയറി കഴിഞ്ഞ് ഇപ്പോഴാണെങ്കിലും ഷൂട്ടിലേക്ക് കയറി കഴിഞ്ഞപ്പോഴേ തോന്നി, പിന്നെ എനിക്ക് തോന്നി കിട്ടിയത് തന്നെയാണ് കറക്റ്റ്. ഇപ്പം കണ്ടു കഴിയുമ്പോഴും തോന്നുന്നു ആക്ച്വലി എല്ലാവർക്കും ആ കിട്ടിയത് തന്നെയാണ് അവരുടെ സാധനം. അവർ അതിൽ എല്ലാവരും അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത്. എല്ലാവരും ഭയങ്കര നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അവർക്ക് കിട്ടിയ സാധനം. അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം ഞാനൊരു വേറെ ഒരെണ്ണത്തിനേക്കാളും എനിക്ക് വരുൺ തന്നെ ആയിരിക്കും ചിലപ്പോൾ കറക്റ്റ്. അതെനിക്കും കറക്റ്റ് നന്നായിട്ട് ചെയ്യാൻ പറ്റി എന്ന് വിശ്വസിക്കുന്നു. പടത്തിൽ കണ്ടവർക്കും പ്രഷർക്കും വരുണിനെ പെട്ടെന്ന് രജിസ്റ്റർ ആവും. കാരണം ഇവരെ ഡാൻസ് പഠിപ്പിക്കാൻ ഗ്രൂപ്പിലോട്ട് എല്ലാവരെയും പിടിച്ചിട്ടത് ലൈക്ക് ഋഷിയുടെ ആ ക്യാരക്ടറാണ്.
അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം ട്രാക്ക് മാറിപ്പോയി. അത് പറഞ്ഞപ്പോഴാണ് ട്രാക്ക് മാറിപ്പോയി സീമ ബഷീറിനെ എത്ര വട്ടം വിളിച്ചു കാണും. സീന റഷീദിൻ്റെ സീന റഷീദ്. എത്ര വട്ടം വിളിച്ചാടും. അതൊക്കെ ഒരു എന്താ പറയുക, അത് ആ സമയത്ത് ഷൂട്ടിംഗ് സമയത്തൊക്കെ ഭയങ്കര രസമായിരുന്നു ഇത് ഷൂട്ട് ചെയ്യണതൊക്കെ. എനിക്ക് തോന്നുന്നു ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്ത ആദ്യത്തെ കുറച്ച് ദിവസത്തിലായിരുന്നു ആ സീനൊക്കെ എടുത്തത്. കാര്യം ആക്ച്വലി വേറെ എന്തൊക്കെയായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് ആ സമയത്ത്. പക്ഷെ നമ്മൾക്ക് കൂട്ടത്തിലുള്ള ഒരാൾക്ക് മറ്റേ കൺജങ്ക്റ്റിവൈറ്റിസ് വന്നു. അപ്പോൾ അത് കാരണം സാധനങ്ങളെല്ലാം മാറ്റേണ്ടി വന്നു. അപ്പം അവന് ഇത് വന്ന കാരണം ഒരു 7 ദിവസത്തേക്ക് മാറി വേറൊരു സ്ഥലത്ത് റൂം എടുത്ത് അങ്ങനെ നിർത്തേണ്ടി വന്നു. അതുവരെ നമ്മളെ കൂട്ടത്തിലായിരുന്നു. അപ്പോൾ അങ്ങനെ നിർത്തിയ കാരണം അവനുള്ള സീക്വൻസസ് ഒക്കെ മാറ്റിയിട്ട് ഇതേപോലത്തെ സാധനമൊക്കെ അപ്പം ആദ്യം ആയി. അങ്ങനെ തുടങ്ങി എനിക്ക് തോന്നുന്നു 2-ാമത്തെയോ 3-ാമത്തെയോ ദിവസം അങ്ങനെ എന്തോ ആണ് ഈ സീൻ, മറ്റേ ഹോസ്പിറ്റൽ സീനൊക്കെ ആ സീനൊക്കെ ഷൂട്ട് ചെയ്തതൊക്കെ. അപ്പോൾ എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ഈ റൊമാൻസ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി. ഇത്ര പെട്ടെന്ന് അത് ആ സീൻ സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് വൈറലായി. അത് എക്സ്പെക്ട് ചെയ്തായിരുന്നു പെട്ടെന്ന് ഇങ്ങനെ വൈറലാവും എന്ന്? ഇല്ല, അങ്ങനെയൊന്നും ഞാനൊന്നും വിചാരിച്ചൊന്നുമില്ല. പക്ഷെ ഞാനങ്ങനെ എനിക്കങ്ങനെ അതാ പറഞ്ഞത്, എനിക്കതൊക്കെ ചെയ്യാൻ അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഭയങ്കര രസമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് ചെയ്യാനൊക്കെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഹാപ്പി ആയിരുന്നു അത് കിട്ടിയപ്പോൾ. ഓക്കെ, ഞാൻ റെഡിയാണ്. തിയേറ്ററിൽ അത് കണ്ടപ്പോൾ ആ സീൻ കണ്ടപ്പോൾ എന്തായിരുന്നു? തിയേറ്ററിൽ കണ്ടപ്പോൾ ഒന്ന് നമ്മളിങ്ങനെ വലിയ സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. തിയേറ്ററിൽ പെട്ടെന്ന് ഒരു ആ പടത്തിന് ഒരു മൂഡ് മാറ്റിയ ഒരു സീക്വൻസ് ആയിരുന്നു അത്. സീന റഷീദിന് ഫോണെന്ന് പറയും. അത് ഭയങ്കര രസമുണ്ടായിരുന്നു തിയേറ്ററിൽ കാണാനായിട്ട്. ഭയങ്കര രസമായിരുന്നു അത് കാണാൻ. അത് ഓഡിയൻസ് ഇപ്പം നമ്മളൊക്കെ ആദ്യം കണ്ടപ്പോൾ കൂടെ എല്ലാവരും ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഇങ്ങോട്ട് നോക്കി അവരെ സീന റഷീദിന് ഫോൺ ഇങ്ങനെ പറയുമ്പോൾ എന്ത് പറയണത് എനിക്ക് പറഞ്ഞുകൂടാ. ഞാനും അങ്ങനെ ഇരിക്കും. സിനിമ കണ്ടിട്ട് ആരെങ്കിലും വിളിച്ചു അതുകൊണ്ട് സീന റഷീദിന് ഫോൺ എന്ന് പറഞ്ഞു ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ പറയും. ഇപ്പോഴും 2-3 പേര് മെസ്സേജ് അയക്കുമ്പോഴും അങ്ങനെ വേറെ ആൾക്കാർ ചിലപ്പോൾ മെസ്സേജ് അയക്കും. തിയേറ്റർ വിസിറ്റിന് പോകുമ്പോഴും ചില ആൾക്കാർ ഇങ്ങനെ ചോദിക്കും സീന റഷീദിന് ഇപ്പോഴും വിളിക്കാറുണ്ടോ. ചില ആൾക്കാർ ചോദിക്കും എന്നാലും കഷ്ടമായിപ്പോയി, അത് കാരണം വെറുതെ കളിക്കാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ അങ്ങനെയൊക്കെ ചോദിക്കും. രസമാണ് അത് കേൾക്കാൻ. ഓഡിയൻസ് തിയേറ്റർ വിസിൻ്റെ കാര്യം പറയുമ്പോഴോ, തിയേറ്റർ വിസ് ലൈക്ക് 18-ാം പടിയിൽ അത്ര വലിയ റോളല്ലായിരുന്നു. 3 വാക്കുകളിലോട്ട് വരുമ്പോഴത്തേന് ഒരു മെയിൻ ക്യാരക്ടർ ഒരാളായിട്ട് അഭിനയിക്കുന്നു. എന്നിട്ട് തിയേറ്ററിൽ വരുന്നു. അപ്പം പടത്തിന് കണ്ടിറങ്ങി ലൈക്ക് ഓഡിയൻസായിട്ട് തിയേറ്റർ വിസിറ്റിലൊക്കെ പോകാൻ നേരത്ത് ആൾക്കാരുടെ റെസ്പോൺസ് എങ്ങനെ ഫീൽ ചെയ്യുന്നു? ആക്ച്വലി ഭയങ്കര ഭയങ്കര ഹാപ്പിയാണ്. കാര്യം നമ്മൾ അവിടെ പോകുമ്പോഴത്തേക്കും അവർ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ ചിലപ്പോൾ ചില സ്ഥലത്ത് പോകുമ്പോൾ ഞാൻ വിചാരിക്കും ഇവർക്ക് എന്നെ മനസ്സിലാവുമോ, ഞാനാണിത് ചെയ്തത് മനസ്സിലാവുമോ എന്ന് വിചാരിക്കും. എന്ന് വെച്ചാൽ ആദ്യമായിട്ടായതുകൊണ്ട് എനിക്കറിയില്ല അവർക്ക് മനസ്സിലാവും. പക്ഷേ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. അവർക്ക് മനസ്സിലാവുമ്പോഴും അവർ വന്നിങ്ങനെ നല്ലതായിരുന്നു, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോഴും ഫോൺ വിളിക്കാറുണ്ടോ എന്ന് ചില ആൾക്കാർ ചോദിക്കും. അപ്പം അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ആക്ച്വലി ഭയങ്കര ഹാപ്പിയാണ്. എന്ന് വെച്ചാൽ ഇതായിരുന്നല്ലോ ഞാൻ ഡ്രീം ചെയ്തിരുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടണം, ചാൻസ് കിട്ടണം എന്നൊക്കെ ആയിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പം ഇങ്ങനൊരു സാധനം ഇത് കുറച്ച് നാളെടുക്കുകയും ചെയ്തു ഈ പടം വരാനായിട്ട്, റിലീസാവാനും ഇതുമൊക്കെ. അപ്പോൾ അത്രയും നാളും ആക്ച്വലി ഇങ്ങനെ ഇതിൻ്റെ പ്രൊഡക്ഷനിലുള്ള ചേട്ടനെയാണെങ്കിലും അനുജ് എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട് വർക്ക് ചെയ്ത്, പുള്ളീനെയൊക്കെ എപ്പോഴും ഞാൻ വിളിക്കും. ഇത്രയും വർഷത്തിൽ എനിക്ക് തോന്നുന്നു എല്ലാ മാസവും ഇങ്ങനെ കണ്ടിന്യൂസ്ലി വിളിക്കും, ചേട്ടാ എന്തെങ്കിലും ആയോ, ചേട്ടാ ഇറങ്ങുമോ, ഇത് എപ്പോഴാണ് ഇറങ്ങാൻ പോണേ, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ അത്രയും ഇങ്ങനെ കഷ്ടപ്പെട്ട് ആ സമയത്ത് ചെയ്തതാണ്. അപ്പം ഭയങ്കര ആഗ്രഹത്തോടെയും ചെയ്തതാണ്. അപ്പം എനിക്കിതായിരുന്നു ആഗ്രഹം. അപ്പോൾ അങ്ങനെ ആഗ്രഹത്തോടെ ചെയ്ത് ഇതിങ്ങനെ ഇറങ്ങാതെ ഇങ്ങനെ കുറച്ച് നാളെടുക്കുമ്പോഴത്തേക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ അവസാനം ഇതിങ്ങനെ ഇറങ്ങി എന്ന് വെച്ചാൽ ഈ ഇറങ്ങുന്നതിൻ്റെ തലേദിവസം തന്നെ ആക്ച്വലി വിശ്വസിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഉറക്കമൊന്നും പറഞ്ഞില്ല. തലേദിവസം കിടന്നിട്ട് ഇത് ഇങ്ങനെ ഇറങ്ങാൻ പോകും. ഞാൻ എൻ്റെ കൂടെ മറ്റേ ജേക്കായിട്ട് അഭിനയിച്ച അവനും ഞാനും ഒരു റൂം. അപ്പം ഞാനിങ്ങനെ അവൻ്റെ അടുത്ത് ചോദിക്കുക നാളെ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ അവൻ ഞാൻ ടെൻഷൻ എങ്ങനെയാവും അല്ലേ എന്നൊക്കെ. നമ്മൾ രാവിലെ 4 മണി വരെ ഉണർന്നിരിക്കുക. 8 മണിക്ക് മറ്റേ ഇതിന് പോകണം, പ്രീമിയർ ഷോയ്ക്ക് അതല്ല മറ്റേ വനിതയിൽ ഫസ്റ്റ് ഷോയ്ക്ക് പോകണം. അപ്പം എന്താവും ആൾക്കാരെങ്ങനെ കാണും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നിട്ടും പറഞ്ഞു അവസാനം ഇറങ്ങാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പം അത് അത്രയും എക്സൈറ്റ്മെൻ്റ് ആണ്. ആ ഒരു എന്താ പറയുക, ഇത്രയും നാൾ വെയിറ്റ് ചെയ്തിട്ട് അത് ഇറങ്ങാൻ പോകുന്നതിൻ്റെയും പിന്നെ അത് സ്ക്രീനിൽ കാണുന്നതിൻ്റെയൊക്കെ ഉള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ ഓഡിയൻസിന് തിയേറ്റർ വിസിറ്റിന് പോകുമ്പോഴും ആൾക്കാരൊക്കെ അതിനെ കണ്ട ആൾക്കാരൊക്കെ ഭയങ്കര നല്ലതായിരുന്നു എന്ന് പറയുമ്പോഴും ആക്ച്വലി ഭയങ്കര സന്തോഷമാണ്. ആൾക്കാർ വന്ന് സെൽഫി എടുക്കാനും അത് തിയേറ്റർ വിസിറ്റിനൊക്കെ പോകുമ്പോൾ അങ്ങനെ ആൾക്കാർ വരും, സെൽഫി എടുക്കാനൊക്കെ വരും. എല്ലാം ഭയങ്കര ഹാപ്പിയാണ് അത് കാണുമ്പോൾ. അതാണ്. പടം 2019 ഷൂട്ട് തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു കോവിഡ് ആയിട്ടൊരു ബ്രേക്ക് വന്നു. പിന്നെയും ഇത്രയും നാൾ നീണ്ടുപോയപ്പോഴത്തേന്
നമ്മൾ അത്ര എഫോർട്ട് എടുത്ത് ഒരു പടം അത് പുറത്തിറങ്ങുന്നില്ല. ആ ഒരു സ്റ്റേജ് എങ്ങനെയാണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്തത്? ആ ഒരു സ്റ്റേജാണ് ഞാൻ പറഞ്ഞ പോലെ. ആക്ച്വലി ഒരുപാട് ആൾക്കാർ ചോദിക്കും ഇങ്ങനെ ആദ്യമൊക്കെ എന്തായി സ്റ്റോറി ഇതൊക്കെ ഇടുമല്ലോ എന്തായി എന്നൊക്കെ. എന്നുവെച്ചാൽ ആദ്യം ഒരു കോവിഡ് സമയത്തൊക്കെ ചോദിച്ചുകൊണ്ടിരുന്ന എന്തായി പടം എപ്പോഴും ഇറങ്ങുന്നൊക്കെ. പിന്നെ പിന്നെ അതൊക്കെ മാറിയിട്ട് ആൾക്കാർ പടം എങ്ങനെ ഇറങ്ങുമോ ഇങ്ങനത്തെ രീതിയിലായി. കളിയാക്കലൊക്കെ അപ്പം വന്നു. അത് ഓരോ ആൾക്കാർ ചോദിക്കുമ്പോൾ ആക്ച്വലി വിഷമം വരും. വിഷമം എന്ന് പറയുമ്പോൾ എന്താ പറയുക, കാര്യം നമുക്കുള്ളിൽ ഇത്രയും ചെയ്ത് വെച്ചൊരു സാധനം. അപ്പം പേഴ്സണലി ഭയങ്കര ക്ലോസ് ആയിട്ടുള്ളൊരു പടമാണ്. ഇപ്പം ആദ്യമായിട്ട് ഇങ്ങനെ ഭയങ്കര നല്ല റോള്, പിന്നെ നല്ലൊരു ക്രൂവിൻ്റെ കൂടെ ചെയ്യാൻ പറ്റി, അങ്ങനെയൊക്കെ ഉള്ളൊരു സാധനം. കാരണം ഭയങ്കര പേഴ്സണൽ അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു ഫിലിമാണ്. അപ്പോൾ അത് ലേറ്റ് ആവുന്നു. അതെ, എന്ന് വെച്ചാൽ നമുക്കറിയില്ല എന്താ റീസൺ എന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് എന്താ നമുക്ക് ആൻസർ ഇല്ല. ആൾക്കാർ ചോദിക്കുമ്പോൾ എന്താ പറയുക, അപ്പം അത് വരും എന്ന് മാത്രമേ നമുക്ക് ആൻസർ ഉള്ളൂ. അപ്പോൾ അത് കാരണമാണ് ഞാൻ പറഞ്ഞ പോലെ ഞാനും വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ. അപ്പം പുള്ളിയും ഇതേപോലെ തന്നെയാണ് പറയണത്, അത് വരും, അതിൻ്റെ വർക്ക് ഇങ്ങനെ നടക്കുകയാണ്, ഓരോ സാധനങ്ങൾ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ എന്നാലും ഒരു കറക്റ്റ് ആൻസർ കിട്ടത്തില്ല. അപ്പം എനിക്ക് ഒരു കറക്റ്റ് ആൻസർ ഇല്ല എന്താ ആൾക്കാരുടെ അടുത്ത് പറയേണ്ടത്. അപ്പോൾ അത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു വിഷമമായിരുന്നു ആ സമയത്തൊക്കെ. എന്താവും, ഇറങ്ങുമോ, അല്ലെങ്കിൽ എപ്പോൾ ഇറങ്ങും എന്നുള്ള രീതിയിലൊക്കെ. അങ്ങനെ കുറച്ച് നാൾ അങ്ങനെ പോയി. പിന്നെയാണ് വീണ്ടും ഇതിപ്പം 19 എൻഡിലാണ് ഷൂട്ട് നടന്നതെങ്കിലും അതിന് ശേഷം വീണ്ടും ഒരു പാച്ച്, എനിക്ക് തോന്നുന്നു 20 എൻഡിലോ 21 എൻഡിലെന്തോ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 4 ദിവസം പാച്ച് ഷൂട്ടായിട്ട് 22 അതായിരുന്നു ലാസ്റ്റ് പാച്ച് ഒരു സാധനം ചെയ്ത്. അതാണ് മറ്റേ ഫസ്റ്റ് പടം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള ഇൻ്റർവ്യൂ സീനൊക്കെ അല്ലേ, അതൊക്കെ ലാസ്റ്റ് ഷൂട്ട് ചെയ്ത സാധനമാണ്. ദുബായ് സീക്വൻസ് അത് ലാസ്റ്റ് ഷൂട്ട് ചെയ്തത്. അപ്പം ത്രൂ ഔട്ട് ദി ഇയേഴ്സിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാച്ച് ഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു. എന്നുവെച്ചാൽ അന്ന് സ്റ്റക്കായി പോയി അങ്ങനെയല്ലായിരുന്നു. ഇത് കഴിഞ്ഞ് വീണ്ടും ഒരു സ്ഥലത്ത് പാച്ച് ഷൂട്ട് ചെയ്തു. പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ട് വീണ്ടും പാച്ച് ഷൂട്ട് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഡബ് ചെയ്യാനായിട്ട് വീണ്ടും അതിന് ശേഷം പോകേണ്ടി വന്നു, ഡബ്ബൊക്കെ ചെയ്തു. എന്നിട്ടാണ് പിന്നെ ഒരു കുറച്ച് നാൾ എടുത്തു. അത് കഴിഞ്ഞിട്ടാണ് ഈ ലാസ്റ്റ് ഇപ്പം ഇതിറങ്ങിയത്. അപ്പം ഇത് ലൈക്ക് എന്തിറങ്ങാൻ പോകുക എന്നൊരു കൺഫർമേഷൻ കുറേ നാൾക്ക് ശേഷം നമ്മൾ വെയിറ്റിംഗ് ആണല്ലോ. ആ ഒരു ടൈമിൽ എന്താണ് ഫീൽ ചെയ്ത്? ഇറങ്ങാൻ പോകാന്ന് പറഞ്ഞപ്പം നേരത്തെ പറഞ്ഞ പോലെ അപ്പോഴും എപ്പോഴാണ് ഇറങ്ങുന്നത് ആദ്യം ചോദിക്കണത്, ഉറപ്പാണ് എപ്പോഴാണ് ഇറങ്ങാൻ പോകണേ, എപ്പോഴാണ് ഇറങ്ങുന്നതെന്ന്. അപ്പോൾ ഇല്ല ഉടനെ ആവും എന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് തന്നെ നമ്മളെ ഇങ്ങോട്ട് കൊച്ചിയിലോട്ട് വരാനായിട്ട് വിളിച്ചു. ഫിക്സ് ചെയ്തപ്പോഴത്തേക്ക് റിലീസ് ഡേറ്റ് ഫിക്സ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഇപ്പം 30-ാം തീയതി ഇറങ്ങിയതിന് ആ മന്ത് ഇപ്പം മെയ് എനിക്ക് തോന്നുന്നു 9th 10th തൊട്ട് നമ്മൾ കൊച്ചിയിൽ തന്നെ ഉണ്ട്. നമ്മൾ ഫുൾ പ്രൊമോഷൻസിന് വേണ്ടി കൊച്ചിയിൽ വന്ന് പിന്നെ ഫുള്ള് ഇവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു മാസത്തിൽ ഞാൻ ട്രിവാൻഡ്രത്ത് എനിക്ക് 4 ദിവസം അങ്ങനെ എന്തോ പോയിട്ടുള്ളൂ. അത് ഫുൾ ഇവരുടെ കൂടെ ക്രൂവിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഫുൾ പ്രൊമോഷൻസ് കുറേ സ്ഥലത്ത് പ്രൊമോഷൻസ്, കുറേ ഇൻ്റർവ്യൂസ്, പ്രൊമോഷൻസ് അങ്ങനെ അതിനായിട്ട്. പിന്നെ ഇപ്പോൾ കോളേജസൊക്കെ അടച്ചിരിക്കുന്ന കാരണം പ്രൊമോഷൻ അങ്ങനെ അത് അധികം പറ്റിയില്ല. കാര്യം കോളേജസ് ഒന്നും ഇല്ലായിരുന്നു അത് കാരണം. പക്ഷേ ബാക്കിയുള്ള അല്ലാത്ത മീഡിയസ് അങ്ങനെയൊക്കെ കുറേ പ്രൊമോഷൻസിനൊക്കെ പോകാനായിട്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഫുൾ അങ്ങനെ തന്നെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഇറങ്ങുന്ന സമയം കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അവസാനം ഇറങ്ങുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക്. അതേപോലെ ഇറങ്ങാൻ നേരത്ത് ലിജോ ജോസ് പല്ലിശ്ശേരി സാറുണ്ട്, അതേപോലെ ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന് പറയുന്ന പ്രൊഡ്യൂസർ വന്നു. അപ്പം ഇതൊക്കെ വരുമ്പോൾ നിങ്ങൾ ലൈക്ക് സംസാരിച്ച് ഇത്രയും വലിയ ചെയ്യുമ്പോൾ ഒരിക്കലും വിചാരിച്ചില്ല ഇത്രയും വലിയൊരു ബാനറോ ക്രൂ എന്തോ വരുമെന്ന്. അപ്പോൾ ഇങ്ങനെ ക്രൂ വന്നപ്പോഴത്തേന് എന്താണ് നിങ്ങൾക്ക് തോന്നിയത്? അത് ആക്ച്വലി നമ്മളെ ഭാഗ്യം എന്ന് തന്നെ പറയാം. കാര്യം അതാ പറഞ്ഞു, ഈ ചിലപ്പോൾ ഇത്രയും സമയം എടുത്തെങ്കിലും അതൊരു നല്ല കാര്യത്തിന് വേണ്ടിയായിരിക്കാം ആ ഒരു സമയം എടുത്തത്. കാര്യം ഈ സമയം എടുത്തുകൊണ്ടാണ് ലിജോ സാറ് വന്നത്. ലിജോ സാറ് വഴിയാണ് ലിസ്റ്റിൻ സാറ് വന്നത്. അപ്പോൾ ലിജോ സാറ് വന്നതിൽ തന്നെ കുറച്ച് വ്യത്യാസങ്ങളുണ്ടായി. പിന്നെ ലിസ്റ്റിൻ സാറ് വന്നു. അപ്പം തിയേറ്ററിൻ്റെയും പ്രൊഡക്ഷൻ്റെ അങ്ങനെ കുറേ വ്യത്യാസങ്ങൾ അതിൽ വന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും വന്നപ്പോഴത്തേക്ക് തന്നെ കുറച്ചും കൂടെ കുറച്ചുകൂടെ അതാണ് സ്കെയിൽ ഇത് മാറി, ആൾക്കാരിലേക്ക് കുറച്ചുകൂടെ എത്തിപ്പെട്ടു. അപ്പോൾ അത് ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന പുതുമുഖങ്ങളുടെ നമ്മളുടെ ഒരു ഭാഗ്യം കൂടെയാണ്. അങ്ങനെ ഒരു വലിയ ഇതിൽ ബാനറിൽ, അല്ലെങ്കിൽ അവർക്കത് ലിജോ സാറ് ഫസ്റ്റ് എടുത്തത് തന്നെ ബിക്കോസ് പുള്ളിക്കത് വർക്ക് ആയതുകൊണ്ടാണ് പടം. അപ്പോൾ ആദ്യം ചെയ്തത് അപ്പോൾ പുള്ളിക്ക് വർക്കായി. അപ്പം അതെല്ലാം ആക്ച്വലി ഒരു ഭാഗ്യമാണ്, നമുക്ക് കിട്ടാനുള്ളൊരു ഭാഗ്യം തന്നെയാണ്. ഇങ്ങനെ അതായിരിക്കാം ചിലപ്പോൾ കുറച്ച് ഇത്രയും ലേറ്റ്. സിനിമ കണ്ടിട്ട് വിളിക്കുമോ? അല്ല, ലിജോ സാറിനെ നമ്മൾ കണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് പ്രീമിയർ ഷോയ്ക്കും ഉണ്ടായിരുന്നു.
അതിന് ശേഷവും കണ്ടായിരുന്നു, നമ്മുടെ അടുത്തൊക്കെ സംസാരിച്ചായിരുന്നു. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞായിരുന്നു സാറ്. അതാ സാറിങ്ങനെ അധികം എല്ലാവരായിട്ട് അങ്ങനെ അധികം സംസാരിച്ചൊന്നുമില്ല, പക്ഷേ സാറിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു, എല്ലാവരെയും പെർഫോമൻസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് പറഞ്ഞത്. എല്ലാവരുടെ അടുത്തും സംസാരിച്ചു. അത്ര തന്നെ, അത്ര തന്നെ സംസാരിച്ച പുള്ളി. ഇതിൽ തന്നെ അഭിനയിച്ച മനോജ് എന്ന് പറഞ്ഞ അവൻ മലയക്കോട്ടെ വാലിബനിൽ ഉണ്ടായിരുന്നു. അവൻ ഇത് കണ്ടിട്ടാണ് മലയക്കോട്ടെ വാലിബനിൽ കാസ്റ്റ് ചെയ്തത്. അന്ന് ലിജു സാർ ഇത് എടുത്തു, ഐ മീൻ സാറിന് ഇഷ്ടപ്പെട്ട് എടുത്തു. അന്ന് ഇത് കണ്ടിട്ടാണ് അവൻ അതിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത്. അതെ. ഋഷി എങ്ങനെയാണ് ഒരു ആക്ടിങ് പാഷനാണ് എടുത്തത്, അല്ലെ ഇതാണ് എൻ്റെ വഴിയെന്ന് തോന്നി തുടങ്ങിയപ്പം മുതല? ഇത് എനിക്ക് ആക്ച്വലി എന്താ പറയുക, ഒരു ഞാൻ മെയിനായിട്ട് ഇതിലേക്ക് എടുത്തത് അല്ലെങ്കിൽ ഇതിലേക്ക് വന്നത് സ്കൂൾ കഴിഞ്ഞ് കോളേജിലേക്ക് കയറുന്ന സമയത്തിലാണ്. പക്ഷേ അല്ലാതെ തന്നെ അതിനു മുമ്പ് തന്നെ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. ഞാനിപ്പോൾ സിനിമ കാണാൻ പോകുമ്പോഴും ഒക്കെ എനിക്കങ്ങനെ എനിക്ക് സ്ക്രീനിൽ വരണം, അങ്ങനെ കാണണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അത് ഭയങ്കര അങ്ങനെ സീരിയസ് ആയിട്ടൊക്കെ ഞാൻ ഇതിലേക്ക് ശ്രമിച്ചു നോക്കണം അങ്ങനെ ആ ഒരു ഇത് തോന്നിയിട്ടില്ല. എന്നുവെച്ചാൽ ഇപ്പം എന്താ പറയുക, എനിക്ക് കുഞ്ഞിലേക്ക് ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ടുള്ള ഞാൻ കുറേ പഴയ ഹിന്ദി പടങ്ങളൊക്കെ കാണും. പണ്ട് മറ്റേ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഇപ്പോൾ വീട്ടിലാണെങ്കിൽ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് അന്ന് കസിൻ ചേട്ടൻ്റെ കൂടെയും കസിൻസിൻ്റെ സിനിമ കാണാൻ പോകുന്നതൊക്കെ പഴയ ഷാറുഖ് ഖാൻ്റെ പടമൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക്, അന്ന് അവിടെയൊക്കെ എനിക്ക് തോന്നുന്നു ഇറങ്ങുന്ന കൂടുതലും എല്ലാവരും കാണാൻ പോകുന്നത് ഷാറുഖ് ഖാൻ്റെ അല്ലെങ്കിൽ ഋത്തിക് റോഷൻ്റെ പടം ഇറങ്ങുമ്പോഴാണ്. അപ്പോൾ ഷാറുഖ് ഖാൻ്റെ പടമൊക്കെ ഇറങ്ങുമ്പോൾ കാണാൻ പോകും അവരോടെയൊക്കെ പോകും. ഞാൻ കുഞ്ഞിലോട്ടെ ഭയങ്കര ഷാറുഖ് ഖാൻ ഫാനാണ്. അപ്പോൾ ആ പടങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് തന്നെ എനിക്ക് ഭയങ്കര ഇതേപോലെയൊക്കെ ചെയ്യണം, ഇതേപോലെയൊക്കെ ആവണം, അങ്ങനെയൊക്കെ അന്ന് തൊട്ടേ കുഞ്ഞിലെ തൊട്ടേ തോന്നുമായിരുന്നു. അതിൽ നിന്ന് പിന്നെ വന്ന് സ്കൂളൊക്കെ കഴിഞ്ഞ് കോളേജിലേക്ക് എത്തുമ്പോഴേക്കുമാണ് ഞാൻ ഇത് ശ്രമിച്ച് നോക്കാം എന്ന് വെച്ചാൽ എന്നെക്കൊണ്ട് പറ്റുമോയെന്നറിയില്ല, എന്നാലും ശ്രമിച്ച് നോക്കാം എന്ന് തോന്നുന്നത്. അങ്ങനെയാണ് ഓഡിഷൻസ് കൊടുക്കാനായിട്ട് നോക്കുന്നത്. എന്നിട്ട് ഓഡിഷൻസ് കൊടുത്തു തുടങ്ങി. അങ്ങനെ വന്നിട്ടാണ് ഈ 18ാം പടിയിലെ ഓഡിഷന് ഞാൻ അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് അയച്ചു കൊടുത്തപ്പോൾ അവരെന്നെ വിളിച്ചു. അപ്പം അന്ന് പക്ഷേ ഓഡിഷനെ ഭയങ്കര ടെൻഷനായിരുന്നു. ഓഡിഷൻ തന്നെ എങ്ങനെ ചെയ്യും എന്ന് വെച്ചാൽ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊന്നും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഫുൾ കൺഫ്യൂസ്ഡ് ഒക്കെ ആയിരുന്നു. എന്നിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഇപ്പം 18ാം പടിയുടെ ഓഡിഷൻ ഇതേപോലെ ഒരു റൂമിൻ്റെ അകത്താണ്. നമ്മൾ പുറത്തിരിക്കും, കുറേ പേര് ഇരിക്കും. എന്നിട്ട് ഓരോ ആൾക്കാരെ വെച്ച് റൂമിനകത്ത് വിളിക്കും, അകത്ത് പോവും. അപ്പോൾ അകത്ത് ശങ്കർ രാമകൃഷ്ണൻ സാറ്, വേറൊരു 2-3 പേര്, പിന്നെ ക്യാമറമാൻ ചേട്ടനായ സുദീപ് ഇളമൻ ചേട്ടനും ഉണ്ടായിരുന്നു. അപ്പം നമ്മളിങ്ങനെ ഞാനിങ്ങനെ അകത്ത് കയറിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ നെഞ്ചൊക്കെ ഇങ്ങനെ കിടന്ന് ഇടിക്കുകയാണ്. എന്താ ചെയ്യേണ്ടത്, എന്താ പറയേണ്ടത്. അപ്പോൾ ആദ്യം സംസാരിക്കുമ്പോഴൊക്കെ ഭയങ്കര ടെൻഷൻ അങ്ങനെയാണ്. പക്ഷേ അത് ചെയ്തു തുടങ്ങിയപ്പം അങ്ങനെ അത്ര കുഴപ്പമില്ല, ചെയ്യാൻ പറ്റിയ അങ്ങനെയായിരുന്നു ഇത്. അപ്പോൾ ചെയ്തതിന് ശേഷം കൊള്ളാം, രസമുണ്ട്, ചെയ്യാൻ രസമുണ്ട്, എനിക്ക് പറ്റുമായിരിക്കും എന്നുള്ളൊരു ഇത് വന്നു തുടങ്ങി. പിന്നെയാണ് ഞാൻ പറഞ്ഞ പോലെ പണ്ട് തൊട്ടേ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാനത് ശ്രമിച്ച് നോക്കണം, ട്രൈ ചെയ്ത് നോക്കണം, എനിക്ക് കിട്ടുമായിരിക്കും അല്ലെങ്കിൽ എന്നെക്കൊണ്ട് പറ്റും എന്ന് ഞാൻ തന്നെ വിചാരിച്ച് ഞാൻ തന്നെ അങ്ങനെ പേഴ്സണലി എന്നെ തന്നെ സ്വയം ബൂസ്റ്റ് ചെയ്ത് അങ്ങനെയാണ് അതിലേക്ക് വന്നത്. അങ്ങനെയാണ് ഇതേപോലെ മൂൺ വാക്കിൻ്റെ ആയാലും ഓഡിഷനും എല്ലാം അങ്ങനെ തന്നെയായിരുന്നു. അത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു ഓൾറെഡി. എത്ര പടത്തിൻ്റെ ഓഡിഷൻ അയച്ചു കൊടുത്തതാണ്? കുറേ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന പോലെ കുറേ ഒന്നും വിളിക്കാറില്ല. ചിലതൊക്കെ ഞാൻ പോയിട്ട് കിട്ടാതെ വന്നിട്ടുണ്ട്. ചിലത് ഇതേപോലെ സ്ക്രീൻ ടെസ്റ്റിന് വിളിച്ചിട്ട് പോയി, അത് കിട്ടിയിട്ടില്ല. അങ്ങനെ കുറേ എനിക്ക് തോന്നുന്നു 3-4-5 അതേപോലെ സ്ക്രീൻ ടെസ്റ്റിന് വിളിച്ചിട്ട് പോയി കിട്ടാതെ വന്നിട്ടുണ്ട്. പിന്നെ കുറേ ഇങ്ങനെ കാണുന്നതൊക്കെ അയക്കുമായിരുന്നു ഒരു സമയത്ത്. അതൊന്നും വിളിക്കാറുമില്ല, അയക്കുന്ന സാധനങ്ങളത് കുറേ വിളിക്കാറില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ കുറേ സ്ക്രീൻ ടെസ്റ്റിന് പോയിട്ട് അതും വിളിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അതും പിന്നെ ഞാൻ വിളിച്ചു ചോദിക്കും അങ്ങോട്ട് എന്തെങ്കിലും ആയോ എന്നൊക്കെ. അത് ഇല്ലെങ്കിലും എന്താണത് പറയണം, എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അവരിങ്ങനെ ചിലപ്പോൾ അവർക്ക് വേണ്ട ക്യാരക്ടറിനായിട്ട് മാച്ച് ഉണ്ടാവില്ല, അതൊക്കെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ കിട്ടാതെ പോയിട്ടുമുണ്ട് കുറേ. അത് പക്ഷേ കുഴപ്പമില്ല, അത് പാർട്ട് ഓഫ് ദി പ്രോസസ്സ് ആണെന്ന് വിശ്വസിക്കുന്നു. അത്രേ ഉള്ളൂ, അങ്ങനെ വിചാരിക്കും. ഇനി അടുത്തേ പോകുമ്പോൾ ചിലപ്പോൾ കിട്ടുമായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ വീണ്ടും ഇപ്പോൾ എല്ലാത്തിൽ നിന്നും ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഞാൻ നോക്കും. അപ്പം ഇനി അടുത്തേ പോകുമ്പോൾ ഞാൻ കുറച്ചുകൂടെ ചിലപ്പം ചിലതിൽ എനിക്ക് തോന്നുന്നു എനിക്ക് പേഴ്സണലി ഞാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും തോന്നും. അപ്പോൾ അല്ലാന്ന് തോന്നണമെങ്കിൽ ഞാൻ എന്തെങ്കിലും വ്യത്യാസം വരുത്താനായിട്ട് അടുത്തേ പോകുമ്പോൾ ചെയ്യും. അങ്ങനെ തന്നെയാണ് നോക്കുന്നത്. ഈ ഫിലിം ജേണിയിൽ ഒരു മറക്കാൻ പറ്റാത്തൊരു ഇൻസിഡൻറ്റ് ഏതായിരിക്കും ചോദിച്ചാൽ ഏതായിരിക്കും? മറക്കാൻ പറ്റാത്ത ഇൻസിഡൻറ്റ് ആദ്യമായിട്ട് ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കുമ്പോഴത്തേക്കുള്ള ആ ഒരു അതും ഈ ഞാൻ പറഞ്ഞ പോലെ 18ാം പടിയിലായിരുന്നു ആദ്യമായിട്ട് ക്യാമറയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുന്നത്. അതിലും
ഭയങ്കര പേടിയും ഭയങ്കര ഒരു പേടിയല്ല, ഒരു ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു ആദ്യമായിട്ട് നിൽക്കുമ്പോഴത്തേക്കുള്ള ആ ഒരു സംഭവം. കാര്യം പെട്ടെന്ന് ഈ ക്ലാബ് ബോർഡൊക്കെ എടുത്ത് വെച്ചിട്ട് ഇത് മറ്റേ റോൾ ക്യാമറ അതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഒരു പെട്ടെന്നൊരു ടെൻഷൻ അങ്ങനെയൊക്കെ. പക്ഷേ ഈ 18-ാം പടിയിലാണെങ്കിലും മമ്മൂക്കയുടെ കൂടെ ഉള്ള സീക്വൻസിൽ ഞാനും ഉണ്ട്. അപ്പം ആ സീക്വൻസിൽ മമ്മൂക്ക ചെയ്യണ കാണുമ്പോഴത്തേക്ക് ഭയങ്കര വ്യത്യാസം. നമുക്കിങ്ങനെ എന്താ പറയുക, ഒരുപാട് ഇങ്ങനെ പഠിക്കാനുള്ള പോലെ ഭയങ്കര ഈസി ആയിട്ട്, ഭയങ്കര എന്നുവെച്ചാൽ ഇതൊന്നും അല്ല, ഭയങ്കര കാമായിട്ട് ഭയങ്കര ചില്ലായിട്ട് അങ്ങനെയൊക്കെ വന്നാണ്. എന്താ പറയുക, ഭയങ്കര ഇത്രയും വർഷത്തെ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് ആക്ച്വലി നമുക്ക് നേരിട്ട് കാണുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കുറേ പഠിക്കാനുണ്ടാവും അങ്ങനെ. അപ്പോൾ അതൊക്കെ കാണുമ്പോഴത്തേക്ക് വീണ്ടും കുറേ പഠിക്കാനായിട്ട് സാധനങ്ങൾ കിട്ടും. ഓക്കെ, ഇങ്ങനെയൊക്കെ ഈസി ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് മറ്റേ ഒരു സാധനം ജസ്റ്റ് ബിഹേവ് ചെയ്യാറേ ഉള്ളൂ എല്ലാം, ഓരോ സീൻസൊക്കെ അങ്ങനെ. അപ്പം അതൊക്കെ കുറേ പഠിക്കാനുണ്ടായിരുന്നു. അങ്ങനെയാണ് മറക്കാൻ പറ്റാത്തത്. അത് തന്നെയാണ് ഈ മൂൺ വാക്കിലും അതേപോലെ തന്നെയാണ്. മൂൺ വാക്കിൽ കുറച്ചുകൂടെ ഇമ്പോർട്ടൻറ്റ് റോളായതുകൊണ്ട് കുറേ കൂടെ ഇതുണ്ടായിരുന്നു. ഇപ്പം കുറേ എൻ്റെ മാത്രമായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുക്കുമ്പോഴത്തേക്കും ആദ്യത്തെ ഒരു ദിവസത്തെ ആ ഒരു ഇത് മാത്രമേ ഉണ്ടാവും. പക്ഷേ ആദ്യത്തെ ദിവസം ഗ്രൂപ്പായിട്ടാണ് അത് കാരണം എടുത്തത്. ഒറ്റയ്ക്കായിട്ടുള്ള സാധനം അല്ലായിരുന്നു. എല്ലാവരും ഒരു ഗ്രൂപ്പായിട്ടിരുന്ന് ഒരു സാധനം ചെയ്യണേ. അതിൽ പക്ഷേ ഓരോ ആൾക്കാരുടെ രണ്ടുപേര് വെച്ചുള്ള ആക്ടിവിറ്റി പോലത്തെ സാധനം. അപ്പം ജസ്റ്റ് നമ്മളെയും കംഫർട്ടബിൾ ആക്കാൻ വേണ്ടി അങ്ങനെയായിരുന്നു ആദ്യത്തെ ദിവസം. രണ്ടാമത്തെ ദിവസം തൊട്ടൊക്കെയാണ് പിന്നെ ഈ ഒറ്റയ്ക്കുള്ള സാധനങ്ങളൊക്കെ എടുത്തോളെ. അപ്പം അതിൽ ഈ പറഞ്ഞ പോലെ രണ്ടാമത്തെ ദിവസം വന്നപ്പോഴും എനിക്ക് തോന്നുന്നു എൻ്റെയൊക്കെ മറ്റേ റൊമാൻസിൻ്റെ സീക്വൻസൊക്കെയാണ് എടുത്തോളെ. അത് ഞാൻ പറഞ്ഞാൽ ഞാൻ മറ്റേ പണ്ട് തൊട്ടേ ഷാറുഖ് ഖാൻ്റെ കണ്ട് ഞാൻ ഷാറുഖ് ഖാൻ്റെ ഫാനായിരുന്നു. എനിക്ക് ഭയങ്കര ഇതൊക്കെ എന്തെന്നല്ല, എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു അതൊക്കെ ചെയ്യാൻ വേണ്ടി. ഓക്കെ, അത് കിട്ടിയപ്പോഴത്തേക്ക് ഓക്കെ, ഇത് ഇപ്പോൾ അതേപോലെ ഞാൻ വേറൊരു ഇതിലും പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ മിക്ക അങ്ങനത്തെ സീനിലും ഈ ജേക്ക് എന്ന് പറഞ്ഞ ക്യാരക്ടർ അനുനാഥ്, അവൻ എൻ്റെ മിക്ക സീനിലും കൂടെ ഉണ്ടാവും. ഈ ഹോസ്പിറ്റൽ സീനിലാണെങ്കിൽ അത്. അപ്പോൾ ഇതിലൊക്കെ ഞാനിങ്ങനെ എൻ്റെ ഓരോ മറ്റേ ആ സീനുണ്ടല്ലോ, ഈ വേദന എടുത്താൽ വിളിക്കാൻ നമ്പറുണ്ടോ. അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ ഇങ്ങനെ കട്ട് പറയുമ്പോഴത്തേക്ക് ഞാൻ ഇവൻ്റെ അടുത്ത് ചോദിക്കട്ടെ, ഇങ്ങനെയുണ്ട്, കൊള്ളാം, അത് മാറ്റണം, എന്താ വ്യത്യാസം? അപ്പോൾ അവൻ പറഞ്ഞു എസ് ആർ കെ തന്നെ, നീ നോക്കണ്ട, അത് തന്നെ. ഞാൻ അവൻ്റെ അടുത്ത് അത് കൊള്ളാമല്ലോ, അതേപോലെ ഇല്ലേ? അപ്പോൾ അവൻ പറഞ്ഞു ഒന്നും പേടിക്കണ്ട, അത് തന്നെ. ഞാൻ സത്യം ഉള്ളത് തന്നെ നീ പറയണേ, കൊള്ളാം, ഒന്നും പേടിക്കണ്ട, കൊള്ളാമെന്ന്. അപ്പം അതാ ഞാൻ പറഞ്ഞു. അപ്പം പേഴ്സണലി നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ബോണ്ടും ഉണ്ട്. എല്ലാവരും ഇപ്പം ഞാനാണെങ്കിൽ അവൻ ചെയ്യുമ്പോഴും എനിക്ക് അവൻ നന്നായിട്ട് ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പം ഞാനും അവൻ്റെ അടുത്ത് ഇതേപോലെ പറയും, നീ അവൻ ചെയ്യണേൽ ഇത് നല്ല രസമുണ്ട്, നീ അങ്ങനെ ചെയ്യും നല്ലതാണെന്നൊക്കെ പറയും. അപ്പം അവനും അങ്ങനെ ചെയ്യാൻ തോന്നും കൂടുതൽ. അപ്പം ഞാൻ ചെയ്യുമ്പോഴും അതേപോലെ തന്നെയാണ്. അപ്പോൾ ആ ഒരു സീക്വൻസൊക്കെ വന്നപ്പോഴത്തേക്ക് അതൊക്കെ ആക്ച്വലി മറക്കാൻ പറ്റാത്ത ഭയങ്കര രസമായിട്ട്, എന്ന് വെച്ചാൽ ആദ്യമായിട്ടാണല്ലോ അതൊക്കെ ചെയ്യുന്നത്, ഇങ്ങനെ ഒരു പെർഫോം ചെയ്യാൻ കിട്ടുന്നത്. അപ്പം അതെ, അപ്പോൾ അതിന് ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ഡയറക്ടർ വിനോദ് സാറ് നമ്മൾ ആക്ച്വലി അങ്ങനെ ഒന്നും ഭയങ്കര ഒരു സാറിനെ കാണുമ്പോൾ ആക്ച്വലി ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു. സാറ് ഭയങ്കര ഒന്ന് സീരിയസ് ഒരു ആളെ പോലെയാണ് കാണുമ്പോൾ. പക്ഷേ സാർ അങ്ങനെ അല്ലായിരുന്നു. നമ്മുടെ അടുത്ത് ഭയങ്കര കാര്യമായിരുന്നു. നമ്മളെ ഭയങ്കര കംഫർട്ടബിൾ ആക്കിയാണ് സാറ് ഫുൾ ഷൂട്ടിൽ. ഇപ്പം നമ്മൾ തെറ്റിച്ചാലും ഒന്നും അങ്ങനെ ഭയങ്കര ഒന്നും പറയത്തൊന്നുമില്ല. പുള്ളി നമ്മളടുത്ത് വന്നിട്ട് കുഴപ്പമില്ല, ഇത് നീ ഇങ്ങനെ ചെയ്താൽ മതി, ഇത് ഇങ്ങനെ ചെയ്താൽ കറക്റ്റ് ആയിരിക്കും, അങ്ങനെ ചെയ്യാൻ നോക്ക്. അപ്പം സാർ ഇപ്പം ഇത് ഇങ്ങനെ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ പേടിക്കണ്ട, നീ ചെയ്തോ, അങ്ങനെയാണ് പുള്ളി പറഞ്ഞത്. അപ്പം നമുക്കും പേഴ്സണലി ഒരു കോൺഫിഡൻസ് വരും അത് കേൾക്കുമ്പോൾ. ചെയ്യാൻ പറ്റും എന്നുള്ള കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസ് വരും. അപ്പോൾ പുള്ളി അങ്ങനെ ആയത് കാരണം ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു ചെയ്യാൻ എല്ലാം. അത് അങ്ങനെ തന്നെയായിരുന്നു. ആ ഒരു മറക്കാത്ത എക്സ്പീരിയൻസസ് ഒക്കെ അത് തന്നെയായിരുന്നു. മമ്മൂക്ക ഫസ്റ്റ് കാണുന്ന ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, അപ്പോൾ എങ്ങനെയായിരുന്നു? അയ്യോ, അത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു സ്റ്റാർ സ്ട്രക്ക് മൊമെൻറ്റ് പോലെ. ഇങ്ങനെ പുള്ളി ഇങ്ങനെ സെറ്റിലേക്ക് വരുമ്പോൾ തന്നെ ഒരു ഓറ ഉണ്ടാവുമല്ലോ, ആ ഒരു സാധനമുണ്ട്. ഇങ്ങനെ പുള്ളി വന്ന് ക്യാരവനിലൊക്കെ പോയി. അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ ആദ്യമായിട്ട് കാണുകയാണല്ലോ. അപ്പോൾ ഇറങ്ങി വന്നിട്ടും നമ്മളെല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി. അപ്പോഴും നമുക്ക് ഇങ്ങനെ അവിടെ ഇരിക്കുക, നമ്മളെല്ലാവരും ഇങ്ങനെ പേരൊക്കെ പറയുമ്പോഴും പുള്ളി എന്നൊക്കെ പറഞ്ഞ് തലയാട്ടും. അപ്പം അത് ഭയങ്കര ഒരു ഈ പറഞ്ഞ പോലെ ഭയങ്കര ഒരു സ്റ്റാറിനെ ഇങ്ങനെ ഇത്രയും അടുത്ത് കണ്ട് കൂടെ ഇങ്ങനെ അഭിനയിക്കാൻ പോവാണ് ഒരു സീക്വൻസിൽ. ഇത്ര സെറ്റ് ഓഫ് ആൾക്കാരുണ്ട്, പക്ഷെ എന്നാലും ഇങ്ങനെ കൂടെ അഭിനയിക്കുന്നതിൽ അതിൽ ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ പറഞ്ഞാൽ ഒരുപാട് പഠിക്കാനൊക്കെ പറ്റും നമുക്ക് അങ്ങനെ ഒരാളുടെ പടത്തിൽ തന്നെ. അതെ, ഷാറുഖ് ഖാൻ്റെ ഒരു ഫാൻ ബോയ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ പടത്തിൽ തന്നെ വരുന്ന ഒരു ചെറിയൊരു റൊമാൻറ്റിക് ഷെയ്ഡൊക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ്. അതേപോലെ വേറെ എന്തെങ്കിലും ഒരു ഷെയ്ഡ് ഓഫ് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് എക്സ്പ്ലോർ ചെയ്യാൻ? വേറെ ആക്ച്വലി ഏതാണെങ്കിലും കിട്ടിയാൽ ചെയ്യാൻ റെഡിയാണ്, കുഴപ്പമൊന്നുമില്ല. ഇപ്പം നെഗറ്റീവ് ഷെയ്ഡ് കിട്ടിയാലും
പക്ഷേ എനിക്കറിയില്ല എൻ്റെ മുഖം കണ്ടിട്ട് നെഗറ്റീവ് ഷെയ്ഡായിട്ട് തരുമോ എന്നറിയില്ല. പക്ഷേ എന്നാലും ഏത് കിട്ടിയാലും ഞാൻ ചെയ്യാൻ റെഡിയാണ്. നെഗറ്റീവ് ആണെങ്കിലും ഇനി അല്ലാത്ത ഏത് പല ഷെയ്ഡ്സ് ഓഫ് ക്യാരക്ടേഴ്സ് ആണെങ്കിലും എക്സ്പ്ലോർ ചെയ്യാൻ ഞാൻ റെഡി തന്നെയാണ്. അതിനു വേണ്ടി വർക്ക് ചെയ്യാനും അതിനു വേണ്ടി കഷ്ടപ്പെട്ട് അത് പഠിച്ചെടുക്കാനും ചെയ്യാനും ഒക്കെ ഞാൻ ഒരു കുഴപ്പമില്ല. പക്ഷേ അതാണ് ഇപ്പം ഏത് കിട്ടിയാലും എനിക്ക് കുഴപ്പമില്ല എന്നുള്ള ഇതിലാണ് ഞാൻ റെഡി ആയിട്ട് തന്നെ ചെയ്യും. എനിക്കൊരു പ്രശ്നമില്ല. കൂടുതൽ ഇഷ്ടം പക്ഷേ മറ്റേതായിരിക്കും എന്നുള്ളത്. മറ്റേതാണ് അത് ഞാൻ പറഞ്ഞ പോലെ കുറേ കാലത്ത് ആ കണ്ടുള്ളൊരു ഇഷ്ടം കാരണം അത് എനിക്ക് കൂടുതലും കംഫർട്ടബിൾ ആയിരിക്കും. മറ്റേതും ഏതാണെങ്കിലും ചെയ്യും, ഒരു പ്രശ്നമില്ല. ജവാൻ പോലെ പിന്നെ പറയണോ അത് എന്തായാലും. ഓക്കെ, ഇതേപോലെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഷെയ്ഡ്സ് ഉള്ള ക്യാരക്ടേഴ്സ് ഋഷിക്ക് ലൈക്ക് ഫ്യൂച്ചറിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റട്ടെ, നല്ല സിനിമകൾ സംഭവിക്കട്ടെ, നല്ല നല്ല ഇൻ്റർവ്യൂകൾ വന്നിരിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.